സർ, കേരള ജനതയ്ക്ക് വലിയ ആശ്വാസം തോന്നുന്നൊരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. സർ, സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞെരുക്കത്തിൻ്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ്. സർ, കേരളത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടാനുള്ള കാരണം തനത് നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിലുണ്ടായ നേട്ടമാണ്. 2011-12 മുതൽ 15-16 വരെയും 16-17 മുതൽ 20-21 വരെയുമുള്ള മുൻകാലത്തെ അവസ്ഥയുമായി 21-22-22-25 വരെയുള്ള 24-25 വരെയുള്ള ഈ സർക്കാരിൻ്റെ കാലത്തെ കണക്കുകൾ താരതമ്യം ചെയ്താൽ ഇത് വ്യക്തമാവും. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് 21-22 മുതൽ 24-25 വരെ വളർച്ച 15.8% ഉയർന്നു. ഇതുതന്നെയാണ് തനത് നികുതിയേതര വരുമാനം ഒരുമിച്ചെടുത്ത് നോക്കിയാലും കാണാനാവുക. സർ, ഈ സർക്കാരിൻ്റെ കാലത്താവട്ടെ നികുതിയേതര വരുമാന വളർച്ച 17.4% ഉയർന്നു. ഈ ഘട്ടത്തിൽ നികുതിദായകരെയും ഉദ്യോഗസ്ഥരെയും അകമഴിഞ്ഞ് അഭിനന്ദിക്കുന്നു. സർ, കേരളത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതത്തിലും ഗ്രാൻറ്റുകളിലും വലിയ തിരിച്ചടിയുണ്ടായിട്ടും ഈ സർക്കാരിൻ്റെ കാലത്ത് റവന്യൂ കമ്മിയും കമ്മിയും കടഭാരവും കുറയ്ക്കാൻ കഴിഞ്ഞു. 21-22 2.2% ആയിരുന്നു റവന്യൂ കമ്മി. 23-24 അത് 1.58% കുറഞ്ഞു. ഇതേ കാലയളവിൽ ധനക്കമ്മി 4.04% നിന്നും 2.9% കുറഞ്ഞു. പൊതുകടവും ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള അനുപാതം 21-22 35.92% ആയിരുന്നത് 23-24 34.2% കുറഞ്ഞു. സർ, തനത് നികുതി വരുമാനം വർദ്ധിപ്പിച്ചിട്ടും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയും മറ്റ് ചെലവുകൾ മുൻഗണനാക്രമത്തിൽ നിർവഹിച്ചും നാം പിടിച്ചു നിൽക്കുകയാണ്. 21-22 സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം SOTR 47,660 കോടി രൂപ ആയിരുന്നത് 24-25 സാമ്പത്തിക വർഷം കഴിയുമ്പോഴേക്കും 81,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിയും. 4 വർഷം കൊണ്ട് 70% വർധനവാണ് ഉണ്ടാവുക. കേരളത്തിൻ്റെ തനത് വരുമാനം നികുതിയും നികുതിയേതരവും 54,988 കോടിയിൽ നിന്നും 1,03,240 കോടിയായി വർദ്ധിക്കുകയാണ്. കേന്ദ്രം തീർത്ത ഞെരുക്കത്തിനിടയിലും ജനക്ഷേമ ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. സർക്കാർ ജീവനക്കാർക്കും ക്ഷേമ പെൻഷൻകാർക്കും ആശ്വാസമേകുന്ന നിർദ്ദേശങ്ങളാണ് ബജറ്റിലുള്ളത്. സർവീസ് പെൻഷൻകാരുടെ കുടിശ്ശിക നിവാരണത്തിന് 600 കോടി രൂപ, ക്ഷേമ പെൻഷൻ കുടിശ്ശിക 3 ഗഡു സമയബന്ധിതമായി കൊടുത്തു തീർക്കും. ദിവസ വേതനക്കാരുടെ വേതനം 5% വർദ്ധിപ്പിച്ചു. സർക്കാർ ജീവനക്കാരുടെ ഭവന വായ്പയിൽ 2% കുറയ്ക്കും. എല്ലാ മേഖലകൾക്കും പ്രാധാന്യം നൽകുന്നതായിരുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ്. സാമ്പത്തികമായി ഞെരുക്കിയും സഹായങ്ങൾ നൽകാതെയും കേന്ദ്ര സർക്കാർ കേരളത്തെ പ്രതിസന്ധിയിലാക്കിയപ്പോഴും തനത് നികുതി വരുമാനം കൊണ്ടാണ് കേരളം സാമ്പത്തിക ഞെരുക്കത്തെ മറികടന്നത്. ധനഞെരുക്കം രൂക്ഷമായ ഘട്ടത്തിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുടക്കം വരാതെ കേരളം മുന്നോട്ടുപോയി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ കേന്ദ്ര ബജറ്റ് മറന്നപ്പോൾ കേരളം 750 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള ക്ഷേമാശ്വാസങ്ങൾക്കും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസനത്തിനും ബജറ്റ് ഒരുപോലെ ഊന്നൽ നൽകുന്നു. അർഹതപ്പെട്ടത് കേന്ദ്രം തരാതിരിക്കുന്ന സാഹചര്യത്തിലും ജനജീവിതവും നാടിൻ്റെ വികസനവും ഉപേക്ഷിക്കപ്പെടില്ല എന്ന് ഉറപ്പാക്കുന്നുണ്ട് ഈ ബജറ്റ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് NN കൃഷ്ണദാസ് CPIM, നിജേഷ് അരവിന്ദ് കോൺഗ്രസ്, ജോർജ് ജോസഫ് സാമ്പത്തികകാര്യ മാധ്യമ പ്രവർത്തകൻ. ഞാൻ ശ്രീ NN കൃഷ്ണദാസിൽ നിന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. ശ്രീ NN കൃഷ്ണദാസ്, ഇന്ന് ഈ ബജറ്റ് അവതരണം ധനകാര്യമന്ത്രി ആരംഭിച്ചത് തന്നെ കേരള ജനതയോടൊരു സന്തോഷ കാര്യം പറഞ്ഞുകൊണ്ടാവാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച വലിയ ധനപ്രതിസന്ധികൾ, അതിൻ്റെ ഒരു വലിയ സങ്കീർണമായ ഒരു പ്രതിസന്ധി കാലം കടന്ന് ധനസ്ഥിതി മെച്ചപ്പെടുന്നു എന്ന സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ബജറ്റ് പ്രസംഗത്തിലേക്ക് നീങ്ങിയത്. ഇത് അങ്ങേയറ്റം ഗൗരവമുള്ള, ധീരമായ, ശക്തമായിട്ടുള്ള ഒരു ചുവടുമാറ്റമാണോ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച്? രാജ്യം ഭരിക്കുന്ന സർക്കാർ ശക്തമായ സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിച്ചിട്ടും അത് നിരന്തരം തുടർന്നിട്ടും അതിനെതിരെ നിയമ പോരാട്ടം, രാഷ്ട്രീയ പോരാട്ടം ഇതെല്ലാം നടത്തുമ്പോഴും എന്നിട്ടും മനോഭാവം മാറുന്നില്ല, കേന്ദ്രത്തിൻ്റെ മനോഭാവം മാറുന്നില്ല. പക്ഷേ സംസ്ഥാനത്തിനകത്ത് നികുതി വരുമാനം, നികുതിയേതര വരുമാനം ഇത് ഘട്ടം ഘട്ടമായി മികവോടെ മുന്നോട്ട് കൊണ്ടുപോയി ഈ ഗ്യാപ്പ് മറികടക്കാൻ നടത്തിയ ഒരു ശ്രമം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ശക്തവും ധീരവുമായിട്ടുള്ള ഒരു ചുവടുമാറ്റമാണോ കേരളത്തെ സംബന്ധിച്ച്? തീർച്ചയായും ഈ ബഡ്ജറ്റിൻ്റെ അവതരണം പൂർത്തിയായപ്പോൾ ഇത് ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടായ ഒരു പൊതുബോധ്യം കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയുടെ പരിസരത്തിൽ ആത്മവിശ്വാസം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സാമ്പത്തിക അവസ്ഥയിൽ ഇത്രയധികം ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ഒരു കാലത്താണ് അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ ബഡ്ജറ്റ് വരുന്നത്.
കേരളത്തിൻ്റെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്തിന് തുടർച്ചയായിട്ടുള്ള എല്ലാ മേഖലയിലും ക്ഷേമ വികസന മേഖലകളിലെ വളർച്ചയ്ക്ക് തടസ്സമായി വന്നത് ഇന്ത്യ ഗവൺമെൻറ് കേരളത്തോട് രാഷ്ട്രീയ ശത്രുത നീക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധമാണ്. ഈ ഉപരോധം എന്ന് പറഞ്ഞാൽ മലയാളികളിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ വിഹിതം വ്യവസ്ഥാപ്രകാരം നമുക്ക് അർഹതപ്പെട്ട വിഹിതം തരാതിരിക്കുക. അത് നിയമവിരുദ്ധവും വ്യവസ്ഥാവിരുദ്ധവുമായിട്ടുള്ള നീക്കം മാത്രമല്ല, രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കൽ തന്നെയായിരുന്നു. അങ്ങനെ അവർ നിർമ്മിച്ച വലിയ ഒരു സാമ്പത്തിക ഉപരോധം സൃഷ്ടിച്ച ഒരു സാമ്പത്തിക സമ്മർദ്ദമുണ്ടായിരുന്നു കേരളത്തിൻ്റെ വളർച്ചയെ സംബന്ധിച്ച്, പുരോഗതി സംബന്ധിച്ച്, വികസനത്തെ സംബന്ധിച്ച്. ഇതിനെ മറികടക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ ഇന്ന് ധനമന്ത്രി ബാലഗോപാൽ കേരള ജനതയെ അറിയിച്ചത്. വലിയ ആത്മവിശ്വാസമുണ്ട്. ഈ ബഡ്ജറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തനത് വരുമാനം വർദ്ധിക്കുന്നു, സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം വർദ്ധിക്കുന്നു. അങ്ങനെ നമുക്ക് റവന്യൂ കമ്മി, ധനക്കമ്മി, അതിൻ്റെ പുറമെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം GSDP, ആഭ്യന്തര ഉൽപ്പാദനവും സംസ്ഥാനത്തിൻ്റെ പൊതുകടവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നു. ഈ മൂന്നും വളരെ പ്രധാനമാണ്. ധനക്കമ്മി കുറയുന്നു, റവന്യൂ കമ്മി കുറയുന്നു, സംസ്ഥാനത്തിൻ്റെ GSDPയും സംസ്ഥാനത്തിൻ്റെ പൊതുകടവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നു. ഇത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ സ്റ്റെബിലിറ്റിയാണ് പ്രകടിപ്പിക്കുന്നത്. ആ സ്റ്റെബിലിറ്റിയാണ് ഈ ബഡ്ജറ്റിലൂടെ ആത്മവിശ്വാസമായി ബാലഗോപാൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, കേരളത്തിൻ്റെ എല്ലാ മേഖലയെയും പോസിറ്റീവായി സ്പർശിച്ച നിർദ്ദേശങ്ങളാണ് ബഡ്ജറ്റിലുള്ളത്. ക്ഷേമം, വികസനം തന്നെ പശ്ചാത്തല വികസനം, ദീർഘകാലത്തേക്കുള്ള വികസനം, ഇങ്ങനെ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ചെറുതും വലുതുമായ സമൂഹത്തിൻ്റെ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പോസിറ്റീവായി സ്പർശിച്ച നിർദ്ദേശങ്ങളാണ് ഈ ബഡ്ജറ്റിൽ. ഇത് കേരളത്തിൻ്റെ സസ്റ്റൈനബിൾ ഗ്രോത്ത്, ഗ്രോത്ത് മാത്രമല്ല പ്രോഗ്രസ്സും, നമ്മുടെ വളർച്ചയും പുരോഗതിയും രണ്ടും ഒരുപോലെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് ഈ ബഡ്ജറ്റിലൂടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റ് നിർദ്ദേശമുണ്ടാക്കിയതിന് അഞ്ചാമത്തെയാണ് ബാലഗോപാലൻ ഈ നിയമസഭയുടെ മുമ്പിൽ ജനങ്ങളോടായി അവതരിപ്പിച്ച ബഡ്ജറ്റ്, അഞ്ചാമത്തെ ബഡ്ജറ്റാണ്. ഇപ്പം ഈ പ്രത്യേക സാഹചര്യത്തിൽ ജനങ്ങൾ കുറച്ചൊരു പ്രയാസം മാനസികമായിട്ട് അനുഭവപ്പെട്ടിരുന്നു. എന്തായിരിക്കും കേരളത്തിൻ്റെ സ്ഥിതി? ഇങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് നിർമ്മിച്ചിട്ടുള്ള സാമ്പത്തിക ഉപരോധം കൊണ്ട് നമ്മളാകെ ഞെരുങ്ങി നിൽക്കുമ്പോൾ ഇനി എങ്ങനെയാണ് കേരളം മുമ്പിലേക്ക് പോവുക? എന്തായിരിക്കും നമ്മുടെ സാമൂഹ്യ പുരോഗതിയുടെ സ്ഥിതി? എന്തായിരിക്കും കേരളത്തിൻ്റെ പശ്ചാത്തല വികസനത്തിൻ്റെ അവസ്ഥ? ഇതൊക്കെ നെ സംബന്ധിച്ച് അങ്കലാപ്പുള്ള ഒരു കാലത്ത് ആത്മവിശ്വാസം പകരാനുള്ള നികുതി നിർദ്ദേശം മുമ്പിലേക്ക് വെച്ച ധനമന്ത്രി ബാലഗോപാലിനെ ഞാൻ അഭിനന്ദിക്കുന്നു പ്രത്യേകമായിട്ട് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അങ്ങനത്തെ ആത്മവിശ്വാസം ഈ ബഡ്ജറ്റിലൂടെ അദ്ദേഹം മുമ്പിലേക്ക് വെച്ചു. എല്ലാ മേഖലകളും, ഏത് മേഖലയാണ് ഈ ബഡ്ജറ്റ് സ്പർശിക്കാൻ? ക്ഷേമം, വികസനം, ദീർഘകാല വികസനം, പശ്ചാത്തല വികസനം, അതിലേക്ക് തന്നെ വരാം. പക്ഷേ താങ്കളോട് ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ കൂടി ഈ ഘട്ടത്തിൽ വേണ്ടതുണ്ട്. ഇതേക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഇതൊരു ഫെയർവെൽ ബജറ്റാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സെൻസ് താങ്കൾക്ക് നന്നായി മനസ്സിലായല്ലോ. പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ വളരെ എല്ലാറ്റിനും ഇത്ര നെഗറ്റീവായിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എൻ്റെ അനുഭവത്തിൽ ഞാൻ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്, നമ്മൾ അനുഭവിച്ച പ്രതിപക്ഷ നേതാവ്, പിന്നെ നമ്മൾ ഭരണത്തിലുള്ള കാലത്ത് മാറി മാറി വരാറുണ്ട്. LDF ഭരണത്തിലുള്ളപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവ് കരുണാകരനായിരുന്നു. കരുണാകരൻ പോലും ഇത്ര നെഗറ്റീവായിട്ടുള്ള നിലപാടെടുത്തിട്ടില്ല. ആൻ്റണി ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള നിലപാടെടുത്തിട്ടില്ല. ഉമ്മൻചാണ്ടി ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള നിലപാടെടുത്തിട്ടില്ല. എന്തിനു ശ്രീമാൻ രമേശ് ചെന്നിത്തല പോലും ഒരു ടോട്ടൽ നെഗറ്റീവ് അപ്രോച്ച് ഒരു കാര്യത്തിലും എടുത്തിട്ടില്ല. ഇദ്ദേഹം ഉണരുന്നത് തന്നെ വളരെ നിഷേധാത്മകവും പ്രതിലോമകരവുമായിട്ടുള്ള സന്ദേശം ജനങ്ങളിലേക്ക് കൊടുക്കാനുള്ള ഒരു നെഗറ്റീവ് മുഖത്തോടു കൂടിയാണ് ഈ പ്രതിപക്ഷ നേതാവ് കേരള സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് മുഖമുള്ള പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ, പൊളിറ്റിക്കൽ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ പറയുന്നത്. രാഷ്ട്രീയമല്ലാതെ വേറെ ഒരു കാര്യവും
ഇദ്ദേഹത്തിൻ്റെ ഈ പരാമർശത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനാവില്ല, അഭിപ്രായപ്പെടാനാവില്ല. ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള നിലപാട് എല്ലാ കാര്യത്തിലും കേരളത്തിനോട് വളരെ നെഗറ്റീവ് അപ്രോച്ച് എടുക്കുന്നത് ഫ്രസ്ട്രേഷൻ കൊണ്ടാണ്. ഇനി നമുക്ക് രക്ഷയില്ലല്ലോ കേരളത്തിൽ എന്ന ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണ് അടിമുടി നെഗറ്റീവായി മാറുന്നത് ഒരാൾ. അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഫേസ് കേരളത്തിൽ സ്ഥിരമായിട്ടുള്ള നെഗറ്റീവ് ഫേസുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം അത് തന്നെയാണ്, അതിൽ കൂടുതലായിട്ട് ഒന്നും പറയാൻ. അപ്പോൾ പിന്നെ കൃഷ്ണദാസ്, പർട്ടിക്കുലർ ആയിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അത് ആരുടെ ഫെയർവെൽ എന്നൊരു സംശയം വരും. താങ്കൾ ഈ പറഞ്ഞതൊക്കെ കേൾക്കും. അതിനോടൊക്കെ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അത് അവരുടെ ആയിരിക്കും, അദ്ദേഹത്തിൻ്റെ ആയിരിക്കും. ഒരു നല്ല പ്രതിപക്ഷ നേതാവായിട്ട് പോലും പ്രവർത്തിക്കാൻ 5 കൊല്ലം കഴിയാതെ പോകുന്നതിൻ്റെ അതായിരിക്കാം. അപ്പോൾ പ്രതിപക്ഷ നേതാവിനുള്ള ഫെയർവെല്ലായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നല്ല പ്രതിപക്ഷമായിട്ട് പ്രവർത്തിച്ചില്ലല്ലോ കേരളത്തിൽ. ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു സൂക്ഷ്മതലത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള വിമർശനം കൊണ്ടുവന്ന് ഒരു പോസിറ്റീവ് പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാൻ 5 കൊല്ലം ഇവർക്ക് സാധിച്ചില്ല. അതിൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ആ പ്രതിപക്ഷ നേതാവിനെ ജനങ്ങളല്ല, അവരുടെ പാർട്ടി തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കുന്നതായിരിക്കും. അതായിരിക്കും സാധ്യത എനിക്ക് തോന്നുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ഏതായാലും ഈ ഓരോ ബജറ്റും ഇത് ഈ സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ്. അടുത്ത വർഷം മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു കാലമാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ ഈ സമ്പൂർണ്ണ ബജറ്റിലൂടെ പ്രതിപക്ഷങ്ങളെ, സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഒക്കെ വിലയിരുത്തുന്നതിലേക്ക് നാട് പോകുന്ന ഒരു കാലം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇവിടെ നിജേഷ്, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, പ്രതിവർഷം ഓരോ വർഷവും ഏകദേശം 56,000 കോടി രൂപയാണ് കേരളത്തിന് പല നിലയ്ക്കും കേന്ദ്രവിഹിതമായി ലഭിക്കേണ്ട ധനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തരാതിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്യാപ്പ്, ആ വിടവ്, അത് കേരളം കഴിയുന്നത്ര നികുതിയേതര വരുമാനത്തിലൂടെ, അതായത് കേരളത്തിൻ്റെ തനത് വരുമാനത്തിലൂടെ മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. 17% വർധനവ് അതിൽ സംഭവിച്ചു. അവിടെയാണ് ഇത്ര വലിയ സാമ്പത്തിക ഉപരോധം ഒരു കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടും നടത്തിയിട്ടും അടിച്ചേൽപ്പിച്ചിട്ടും അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്ന്, അല്ലെങ്കിൽ ആ ഏറ്റവും ദുർഘടമായ ഒരു കാലം അതിജീവിച്ച് നമ്മൾ നിൽക്കുന്നു, ധനസ്ഥിതി മെച്ചപ്പെടുന്നു എന്ന് ആത്മവിശ്വാസത്തോടൊരു ധനകാര്യമന്ത്രി പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ പരാമർശമല്ല, അത് കണക്കുകൾ വെച്ചുള്ളതാണ്. ആ ആത്മവിശ്വാസം ഈ ബജറ്റ് ജനങ്ങളിലേക്കും എത്തുന്നില്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയല്ലേ? അദ്ദേഹം പറഞ്ഞ പോലെ ഒരു സസ്റ്റൈനബിൾ ഗ്രോത്തിലേക്ക്, ഇപ്പോൾ ഗ്രോത്തിൻ്റെ ഒരു ദേശീയ ശരാശരി എടുത്താൽ ആ ദേശീയ ശരാശരിക്കൊപ്പം കേരളം വളരെ കൃത്യമായി നിൽക്കുകയാണ്. അങ്ങനെ പ്രതിസന്ധികളെ അതിജീവിച്ച് ഒരു ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയുന്ന ശക്തമായിട്ടുള്ള ഒരു നേട്ടം എങ്ങനെയാണ് അവഗണിക്കാനാവുക? അത് യാഥാർത്ഥ്യമായി നിൽക്കുകയല്ലേ ഈ കണക്കുമായി ബന്ധപ്പെട്ടൊക്കെ പരിശോധിച്ചാൽ? നിജേഷ്, ഞാനതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ NN കൃഷ്ണദാസ് പറഞ്ഞ ചില പരാമർശങ്ങൾ, ഫ്രസ്ട്രേഷനാണ് പ്രതിപക്ഷ നേതാവിന്. കെ കരുണാകരനും ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഒന്നും എങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അധികകാലത്തെ അനുഭവ പരിചയമൊന്നുമില്ലെങ്കിലും ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആയിരുന്ന കാലത്ത് SFIയും DYFക്കും വിളിച്ച മുദ്രാവാക്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ആൻ്റണിയെ പറ്റി വിളിച്ചതും അതുപോലെ ഉമ്മൻചാണ്ടി സാറെ പറ്റി വിളിച്ചതും ഒക്കെ ഉണ്ട്. അത് ഞങ്ങൾ പണ്ടൊക്കെ പല ക്ലാസ്സുകളിലും പറയായിരുന്നു, ലിസൺ ദ ലെഫ്റ്റ് ആൻഡ് ഡു ദ ഓപ്പോസിറ്റ് എന്ന് ഞാനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ തന്നെയാണ് പറയുന്നത്, നിങ്ങൾ വളരെ നന്നായി ശ്രദ്ധിക്കുക. നിങ്ങൾ ആരെങ്കിലും ശക്തമായി എതിർത്തിട്ടുണ്ട് എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, എന്തെങ്കിലും കാമ്പ് അവിടെ ഉണ്ടാകും. അപ്പോൾ വിമർശിക്കുന്ന VD സതീശൻ്റെ ഫ്രസ്ട്രേഷനാണ് എന്ന് പറയില്ല. ഒരു ജനാധിപത്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ശ്രീ NN കൃഷ്ണദാസ് വളരെ നിർണായകമാണ്. അപ്പോൾ വിമർശിക്കുന്നതിനോട് ഈ തരത്തിലൊരു അസഹിഷ്ണുത കാണിക്കരുത്. VD സതീശൻ പറഞ്ഞതിനോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പറയാൻ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ നെഗറ്റീവ് എനർജിയുമായി പറഞ്ഞു വരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എത്രത്തോളം ശരിയാണ് എന്ന് പരിശോധിക്കുക. ഞാൻ അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തത്, എവിടെയാണ് ശരത് നമുക്ക് കേരളത്തിൽ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ വരുമാനം കൂടി എന്ന് പറയുന്നു, നമ്മൾ സസ്റ്റൈനബിളായിട്ട് മാറുന്നു എന്ന് പറയുന്നു. ഏത് മേഖലയിലാണ് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ മാറ്റം ഫീൽ ചെയ്യുന്നത്? ബഡ്ജറ്റ് 4 കഴിഞ്ഞ് 5-ാമത്തേലേക്ക് എത്തുന്നു, അതിലേക്കൊന്നും പോകുന്നില്ല. എവിടെയാണ് ഫീൽ ചെയ്യുന്നത്? സാധാരണക്കാരന്, കർഷകന്
ഏത് നിലയിൽ അത് ഫീൽ ചെയ്യുന്നു? കർഷക തൊഴിലാളിക്ക് എവിടെ ഫീൽ ചെയ്യുന്നു? സാധാരണ ചുമട്ട് തൊഴിലാളിക്ക് എവിടെ ഫീൽ ചെയ്യുന്നു? കച്ചവടക്കാരന് എവിടെ ഫീൽ ചെയ്യുന്നു? പെൻഷൻ വാങ്ങുന്നവന് എവിടെ ഫീൽ ചെയ്യുന്നു? സർക്കാർ ഉദ്യോഗസ്ഥന് എവിടെ ഫീൽ ചെയ്യുന്നു? ഇതാണ് നമ്മളെ ചോദ്യം. ആ ചോദ്യമുണ്ട് എങ്കിൽ അവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ മെച്ചം വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമാനം കൊണ്ട് എത്തിക്കാൻ സാധിക്കണം. നമുക്ക് ആ മണി ഫ്ലോയുടെ കാര്യത്തിൽ ഇന്ന് കേരളത്തിൽ വളരെ പ്രയാസമാണ്. കച്ചവടക്കാരുടെ സ്ഥിതി വളരെ 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 ദയനീയമാണ്, നമുക്കൊക്കെ അറിയാം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള വരുമാനം കിട്ടാത്തതുകൊണ്ട് തന്നെ മണി ഫ്ലോ അവിടെ തടസ്സപ്പെട്ടിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി പലപ്പോഴും വെട്ടിക്കുറയ്ക്കുന്നത് കൊണ്ട് അംഗീകരിച്ചതിന് ശേഷം നികുതി ഉണ്ടാകില്ല. കച്ചവടം മോശമാണെങ്കിൽ നികുതി ഉണ്ടാവില്ല. നികുതിയിൽ നമ്മൾ നികുതി പിരിവിൽ മികവോടെ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് തന്നെ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് അല്ല, വരുമാനം കൂടിയാൽ അത് പ്രതിഫലിക്കണം, ദൈനംദിന ജീവിതത്തിൽ പ്രതിഫലിക്കണം. അത് പ്രതിഫലിക്കണമെങ്കിൽ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ കൃത്യമായി നടപ്പിലാകണം. നമ്മളൊന്ന് പരിശോധിക്കുക, കഴിഞ്ഞ തവണ സർക്കാർ പ്രഖ്യാപിച്ച പരിപാടികൾ എത്രത്തോളം 10% വേണ്ട, എബോ 70 എത്ര കാര്യത്തിലുണ്ട്. നമ്മളൊക്കെ ഏറ്റവും ക്രൂഷ്യലായി കാണുന്നതാണ് ഭവന പദ്ധതി. ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്തത്, തലയിൽ വെച്ചത് ലൈഫ് ഭവന പദ്ധതിയായിരുന്നു. കഴിഞ്ഞ തവണ 24% വിനിയോഗിക്കപ്പെട്ടത് എന്ന് പറയുന്ന സമയത്ത് എന്തോ ചില പ്രശ്നങ്ങളുണ്ട് എന്നല്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിങ്ങൾ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരോടൊന്ന് വെറുതെ ചോദിക്കുക, എന്താണ് ഇപ്പോൾ സേനൻ കൃഷ്ണദാസൊക്കെ ആ രീതിയിൽ പ്രവർത്തിക്കുക? മലമ്പുഴ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ പോയി പരിശോധിക്കുക. എല്ലാ ദിവസവും സർക്കുലർ വരികയാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക്. ഒരു പ്രത്യേക വാക്കുണ്ട്, വിഭവ സമാഹരണത്തിലൂടെ ഈ പദ്ധതി നടപ്പിലാക്കണം എന്നാണ്. വിഭവ സമാഹരണം എന്നാൽ നാട്ടുകാരോട് വാങ്ങണം എന്നാണ്. എത്ര കാലമായി കൃത്യമായിട്ടൊരു പദ്ധതിയില്ലാതെ ഈ വർഷം പഞ്ചായത്ത് മെമ്പർമാർ എങ്കിലും ഞങ്ങൾക്ക് പശ്ചാത്തല വികസനത്തിനുള്ള പദ്ധതികൾ വരും എന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? വരുന്നില്ല. പദ്ധതിയുടെ വീതം കുറയ്ക്കുന്നതോട് STP പദ്ധതി കുറയ്ക്കുന്നു, വനിതാ കമ്പനി പദ്ധതികൾ കുറയുന്നു. അപ്പോൾ ആ ഒരു തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി കൊടുക്കാൻ സാധിക്കുന്നില്ല. സർക്കാരിൻ്റെ നേരിട്ടുള്ള പദ്ധതികൾ താഴോട്ട് പോകുന്നു. ഇനി മറ്റു മേഖലകളിലേക്ക് പോയാൽ ഇപ്പോൾ 700 കോടി ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെച്ചു. കഴിഞ്ഞ തവണ 1000 കോടി 1500 കോടിയോ മറ്റോ കാരുണ്യയിൽ മാത്രം കൊടുക്കാനുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് പണം മരുന്ന് കമ്പനികൾക്കൊക്കെ കൊടുക്കാനുള്ള സ്ഥലത്ത് 700 കോടി രൂപ വെച്ചതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുമോ എന്ന ചോദ്യമാണുള്ളത്. സപ്ലൈകോക്ക് ഒരു എത്ര 800 കോടി. നിജേഷ്, ഇത് ബജറ്റല്ലേ, കണക്കല്ലേ? നമ്മൾക്ക് പക്ഷേ കഴിഞ്ഞ തവണ വെച്ചതിലും സെക്ടറിന് കൂടുതൽ വെച്ചിരിക്കുന്നു. അല്ല, ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ, ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ നടപ്പിലാവുന്നുണ്ടോ എന്നുള്ളത് അടുത്ത ബഡ്ജറ്റ് കാലത്തെങ്കിലും പരിശോധിക്കപ്പെടേണ്ടേ? അതുകൊണ്ടാണ് ആ സ്റ്റാൻഡേർഡ്സിൽ നമ്മൾക്ക് മികവോടെ നിൽക്കാൻ കഴിയുന്നത്. വളർച്ചയുടെ ദേശീയ ശരാശരിക്ക് ഒപ്പം തന്നെ നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ധനക്കമ്മിയും റവന്യൂ കമ്മിയും കുറച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. നോക്കൂ, നമ്മൾ ഈ ഘട്ടത്തിലും ചെലവുകൾ ആകെ ചുരുക്കി വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ടേയില്ല. ചെലവുകളുടെ വർധനവേ ഉണ്ടായിട്ടുള്ളൂ. ആ ചെലവെന്ന് പറഞ്ഞാൽ ചെലവ് കുറച്ചാൽ വികസനം തടസ്സപ്പെടും, ക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും. ഇത് രണ്ടും തടസ്സപ്പെടാതെ ധനപ്രതിസന്ധിയുള്ള കാലത്തും മുന്നോട്ട് പോയതിൻ്റെ ആ പ്ലാനിങ്ങിൻ്റെ ഒരു മികവ് സ്റ്റേറ്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണ്, അനുഭവിക്കുന്നത് കൊണ്ടാണ് ഈ കണക്കുകൾ നമ്മുടെ മുമ്പിൽ വരുന്നത്. അല്ല, ആ അനുഭവിക്കുന്നത് ആര്? സാധാരണക്കാരന് വിലക്കയറ്റത്തിൽ നിന്ന് പൊറുതി കൊടുക്കാൻ സാധിച്ചോ? അവന് മാവേലി സ്റ്റോറിലൂടെ ന്യായവില കൊടുക്കാൻ, ഭക്ഷണം വാങ്ങി കൊടുക്കാൻ സാധിച്ചോ? മെഡിക്കൽ കോളേജുകൾക്കകത്ത് മരുന്ന് കൊടുക്കാൻ സാധിച്ചോ? സർക്കാർ ആശുപത്രികളിൽ മരുന്നുണ്ടോ? ഇതൊക്കെയല്ലേ സാധാരണക്കാരന് തോന്നുന്നത്. അവന് തൊഴിലുണ്ടോ? തൊഴിൽ മേഖല എങ്ങനെ നിൽക്കുന്നു? ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ ഓരോന്നായി നോക്കാം. അത് ഇപ്പോൾ ഞാൻ കൃഷ്ണദാസിലേക്ക് ഒന്ന് പോയ ശേഷം ഞാൻ ശ്രീ ജോർജ് ജോസഫിലേക്ക് വരാം. ഇവിടെ വളരെ പ്രധാനമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ലൈഫിനെ ഉദാഹരിച്ച് ഇന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച പ്രശ്നമാണ് നിജേഷ് ഇവിടെ സൂചിപ്പിച്ചത്. ഞാൻ ശ്രീ കൃഷ്ണദാസിൻ്റെ ഒരു ക്വിക്ക് റെസ്പോൺസിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് ഇതേക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും ചർച്ചയാണല്ലോ. ഇത് ബജറ്റ് രേഖകൾ വെച്ചുള്ള, കണക്കുകൾ വെച്ചുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ട മന്ത്രി എന്താണ് എം പി രാജേഷ് പറഞ്ഞത് എന്നൊന്ന് കണ്ടുകൊണ്ട് ഞാൻ വേഗം വരാം. വളരെ കുറച്ചേ ഉള്ളൂ, ഒന്ന് കാണാം. പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നത്തെ ഫസ്റ്റ് റെസ്പോൺസിൽ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ വെട്ടിച്ചുരുക്കലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ പറയുന്ന ഒരു ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് വളരെ അഭിമാനത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്ന് സംസാരിച്ചത്. ശരിക്ക് കഴിഞ്ഞ വർഷത്തെ
ലൈഫ് പദ്ധതി 500 കോടി രൂപ വെച്ചിരുന്ന സ്ഥലത്ത് എക്സ്പെൻഡിച്ചർ എത്രയാണെന്നറിയാമോ? 24%. തദ്ദേശ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതാണ് ഈ വർദ്ധിച്ച വിഹിതം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു വർധനവുണ്ടായിട്ടുള്ളത് ലൈഫ് ഭവന പദ്ധതിക്കാണ്. ലൈഫ് ഭവന പദ്ധതിക്ക് 1160 കോടി രൂപ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിഹിതമാണ്. ഇപ്പോൾ പൂർത്തിയായ വീടുകളും നടന്നുകൊണ്ടിരിക്കുന്നതുമായ വീടുകളുടെ എണ്ണം കണക്കാക്കിയാൽ 5,39,042 ആണ്. അപ്പോൾ ഈ വിഹിതം, ഉയർന്ന വിഹിതം കൂടി കണക്കിലെടുക്കുമ്പോൾ അടുത്ത ഒരു വർഷത്തിനകം 6.5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കാൻ കഴിയും. കേന്ദ്രത്തിൻ്റെ കടുത്ത കടന്നാക്രമണം കേരളത്തിന് നേരെ ഉണ്ടായിട്ട്, സാമ്പത്തിക കടന്നാക്രമണം ഉണ്ടായിട്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് 1,800 കോടി രൂപയുടെ ചെലവ് വർദ്ധിപ്പിക്കുന്നൊരു ബജറ്റാണിത്. അതേസമയം വലിയ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചിട്ടുമില്ല. ഇതാണ് ഇന്ന് ഇതിന് ശേഷം വന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ. ഈ ബജറ്റ് അവതരണത്തിന് ശേഷം ധനകാര്യമന്ത്രി ഞങ്ങളുടെ തന്നെ FM ഓൺ ട്രയൽ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് ശ്രീ KN ബാലഗോപാൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ഈ റെസ്പോൺസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു. അതുകൂടി അതിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടി കണ്ടുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് മടങ്ങി വരാം. പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നത്തെ ഫസ്റ്റ് റെസ്പോൺസിൽ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ വെട്ടിച്ചുരുക്കലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ പറയുന്ന ഒരു വാദം, അത് അദ്ദേഹം അങ്ങനെയാ പറഞ്ഞത്. കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത്, ഞാൻ മുഴുവൻ കേട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ഈ പറയുന്ന ലൈഫാണ് ഉദാഹരിച്ചത്. കേവലം 24% മാത്രമാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. 500 കോടിയൊക്കെ വെക്കുന്നു, പക്ഷേ ഇന്ന് തദ്ദേശ മന്ത്രിയുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് 3 ആഴ്ച വെട്ടിക്കുറവ് വരുത്തിയിട്ട് ഇപ്പോൾ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം ചോദിക്കുന്നു. ലൈഫിന് ഏറ്റവും കൂടുതൽ പണം, ഒന്നാമത്തെ കാര്യം അദ്ദേഹം അറിയാത്ത ആളായി പറയുന്നതല്ല. ഈ ലോക്കൽ ബോഡീസിനൊന്നും അങ്ങനത്തെ വലിയ കുറവൊന്നും വരാനേ പറ്റത്തില്ല. അതിൻ്റെ സിസ്റ്റം വേറെ ഒന്നാണ്. ഇവരൊക്കെ അതിൻ്റെ അതിനകത്ത് ബന്ധപ്പെട്ട ആളുകളല്ലേ. ഇവർക്കൊന്നും അങ്ങനെ ഫണ്ടിൻ്റെ പ്രശ്നം അത്രയും വരത്തില്ല. എന്ന് പറഞ്ഞാൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിനേക്കാളും ഇവർക്ക് ബൾക്കായിട്ട് ആ ഫണ്ട് പോകുന്നതാണ്. ചിലപ്പോൾ ഒരു ഇച്ചിരി താമസിക്കുക, അവസാന ഗഡു കുറച്ച് താമസിക്കുക, അങ്ങനെയൊക്കെ വരാറുണ്ട്. പൊതുവിൽ അങ്ങനെ വരാത്തില്ല. 1180 മറ്റുമാണ് ലൈഫിന് ഈ വർഷം വെച്ചേക്കുന്നത്. ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഉയർന്ന പണമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കാതിരിക്കുന്നില്ല. പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വാഭാവികമായിട്ട് അങ്ങനെ പറയുമല്ലോ, ഈ പണം ഇത്രയും കൂടുതലൊന്നും എവിടുന്ന ഇത്രയും കൂടുതൽ, ഞാൻ ഇന്ന് പറഞ്ഞു എത്രയും കൂടുതൽ പണം എവിടുന്ന, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. പക്ഷേ നമ്മൾ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞപ്പോഴേ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം 1,59,000 കൊടുത്തു, അതിനപ്പുറത്തെ പ്രാവശ്യം 1,59,000 ആണെങ്കിൽ ഈ വർഷം 1,78,000, ചിലപ്പോൾ ഒരു 2,000-3,000 വ്യത്യാസം വരും. കാരണം ഇത് ഫൈനൽ എസ്റ്റിമേറ്റാണ്. അത്രയും കൊടുത്തല്ലോ, 10,000-17,000 കോടി രൂപ അധികം ഈ വർഷം ആളുകൾ കൊടുക്കുമല്ലേ. നമ്മൾ പറയുമല്ലോ, അത് നാട്ടിൽ കിട്ടുന്നില്ലേ. ഇനിയും കുറേ കൂടെ വേണമെന്നുള്ളതും ഡിമാൻഡ് കാണും. പക്ഷെ ഇത്രയും കൊടുക്കുന്നുണ്ട്, അത് ചെറിയ കാര്യമല്ല. അതിനകത്തൊരു ഗ്രോത്ത് നടക്കുന്നില്ലെന്ന് പറയാൻ പറ്റുമോ? ഏതായാലും പ്രതിപക്ഷ നേതാവ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണത്തിൽ ഉന്നയിച്ച വിമർശനത്തിന് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും തന്നെ മറുപടി കൂടി വന്നു എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് ഈ ചർച്ചയുടെ ഭാഗമായി. ശ്രീകൃഷ്ണദാസ്, ഇതിൽ UDF ഈ ബജറ്റിനെ എങ്ങനെ രാഷ്ട്രീയമായി സമീപിക്കുന്നു എന്നുള്ളത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധി, UDF പ്രതിനിധി നിജേഷിൻ്റെ വാക്കുകളിലുണ്ട്. കേരളത്തിൻ്റെ ഒരു മേഖലയിലും ഇതൊന്നും പ്രതിഫലിക്കുന്നില്ല എന്ന് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് ആളുകളോട് പറയാൻ രാഷ്ട്രീയമായി ശ്രമിക്കുകയാണ് UDF. താങ്കളത് കണ്ടല്ലോ. ലൈഫിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. ലൈഫ് എന്ന് പറയുന്നതിനെ കുറിച്ച് കോട്ട് ചെയ്യാൻ പോലും പ്രതിപക്ഷം ഒരു ഘട്ടം വരെ തയ്യാറായിരുന്നില്ല. കാരണം ലൈഫ് ഈ സർക്കാരിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയാണ്, സാധാരണക്കാർക്ക് മികച്ച വീടുകൾ ലഭിക്കുന്നു എന്നുള്ള ഒരവസ്ഥയുണ്ടായിരുന്നു. ഈ കണക്കുകൾ തന്നെ കണ്ടില്ല, 1160 കോടി എന്നുള്ളത് ഈ 5ാമത്തെ ബജറ്റിലേക്ക് വരുമ്പോൾ ഇതുവരെ കൊടുത്തതിൽ ഏറ്റവും വലിയ വിഹിതമാണ്. 5,39,042 വീടുകൾ. ഈ 1160 കോടി കൂടി കിട്ടുമ്പോൾ ഈ ഒരു വർഷം കൊണ്ട് 6.5 ലക്ഷം വീടുകൾ വരും. അപ്പോൾ ഈ 24% എന്ന് പറയുന്ന മാത്രമാണ് ചെലവഴിച്ചത് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാദവും ആ കണക്കും അസ്ഥിരമായോ ശ്രീകൃഷ്ണദാസ്? അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ വെട്ടിച്ചുരുക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ആക്ഷേപത്തിനും ധനകാര്യമന്ത്രി യുക്തമായ മറുപടി നൽകിയതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശരത്, അതിന് മുമ്പ് നമ്മൾ ഒരു സീരിയസ് ഡിബേറ്റിലേക്ക് പോകുമ്പോൾ ഇത് ആളുകൾ ലോകത്തെല്ലാവരും ഇരുന്ന് കാണുകയാണല്ലോ. അപ്പം ശരത്ത് തന്നെ 2 തവണ ഉപയോഗിച്ച ഒരു കാര്യമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ച ദേശീയ ശരാശരിയുടെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളത്. അത് ഒരു ശരിയായിട്ടുള്ള വിലയിരുത്തലല്ല. നമ്മുടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വളർച്ചാ നിരക്ക് കണക്കാക്കുന്നത് GDP ഗ്രോത്ത് റേറ്റ് എന്നാണ് അതിന് പറയുന്നത്. സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ GSDP ആവും.
ഇന്ത്യ രാജ്യത്തിൻ്റെ GDP ഗ്രോത്ത് റേറ്റ് അവസാനം ഈ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബജറ്റിൻ്റെ തൊട്ട് തലേ ദിവസമാണ് എക്കണോമിക് റിവ്യൂ റിപ്പോർട്ട് പാർലമെൻറ്റിൽ ടേബിൾ ചെയ്യുന്നത്. അത് പ്രകാരം 5.7% ആണ്. എന്നാൽ കേരളത്തിൻ്റെ GSDP ഗ്രോത്ത് റേറ്റ് 10.5 ആണ്. ഏതാണ്ട് ഇരട്ടിയാണ്. ഒപ്പം നിൽക്കുകയല്ല, ദേശീയ ശരാശരിയുടെ ഇരട്ടിയാണ് കേരളത്തിൻ്റെ വളർച്ചാ നിരക്ക്, സാമ്പത്തിക വളർച്ചാ നിരക്ക്. അപ്പോൾ ഇത് നമ്മൾ കാണാതെ പോയത് ഒപ്പം നിൽക്കുന്നു എന്നുള്ളതല്ല, അതിൻ്റെ ഇരട്ടിയാണ് കേരളത്തിൻ്റെ വളർച്ചാ നിരക്ക്. അത് നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ പൊതു സാമ്പത്തിക വളർച്ചാ നിരക്കിൻ്റെ ഇരട്ടിയാണ് കേരളത്തിൻ്റെ സാമ്പത്തിക ആഭ്യന്തര ഉൽപ്പാദന വളർച്ചാ നിരക്ക് എന്നുള്ളത് ഒരു മഹാസത്യം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, എത്രത്തോളം കേരളം അഖിലേന്ത്യാ ശരാശരിയുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതിന്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചോദിച്ച കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. ഞാൻ സർ ഒറ്റ കാര്യം, എൻ്റെ മാന്യരായിട്ടുള്ള 2 സുഹൃത്തുക്കളുണ്ട്, ഇത് കേൾക്കുന്ന നമ്മുടെ ഈ ഡിബേറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന വേറെയും ലക്ഷോപലക്ഷം ആളുകളുണ്ടായിരിക്കും. അവരെല്ലാവരും സ്വയം ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. 8 കൊല്ലം കൊണ്ട് 5,39,042 വീട് സർക്കാർ ഉണ്ടാക്കി കൊടുത്ത ഏതെങ്കിലും രാജ്യം വേറെയുണ്ടോ? ഒരു സർക്കാർ ഉണ്ടാക്കി കൊടുത്തത്. ഇത് വെറും 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിലാണ്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് 145 കോടി ജനങ്ങളുള്ളപ്പോഴാണ് 4.5 കോടി വീടുണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നത്. ആ 145 കോടി വീടുണ്ടാക്കി കൊടുത്തു എന്ന് നരേന്ദ്രമോദി രാഷ്ട്രപതിക്കുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടിയായിട്ട് പറയുന്ന സമയത്ത് കേരളം ഉണ്ടാക്കിയിട്ടുള്ള ഈ 5,39,042 കോടി വീടും കൂടി കണക്കാക്കിയിട്ടാണ് കേൾക്കണോ, മനസ്സിലാക്കണം അത്. അപ്പോൾ ഈ 5,39,042 വീട് 3.5 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് ജനസംഖ്യ അനുപാതത്തിന് അനുസരിച്ച് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു നാട് ലോകത്ത് വേറെ എവിടെയുള്ളത്? കേരളമല്ലാതെ. അതുമാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വളരെ ഉയരത്തിലാണ്, നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി വളരെ ഉയരത്തിലാണ് ഇന്ത്യയിലെ പൊതു ശരാശരി എടുത്ത് നോക്കിയാൽ. അപ്പോൾ ആ ലൈഫ് ക്വാളിറ്റി അനുസരിച്ച് വേറെ മോശപ്പെട്ട ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന സംസ്ഥാനങ്ങളുടെ ആളുകൾ ജീവിക്കുന്ന വീട് പോലെയല്ല കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്ന വീട്. അപ്പോൾ ആ വീടിൻ്റെ ക്വാളിറ്റി ഒരു പൊതു സമൂഹത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ദി ലൈഫിനോട് ചേർന്നാണ് അവർ വീട് നിർമ്മാണം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മളിടുന്ന ഡ്രസ്സ് നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയുടെ ഭാഗമായിട്ടാണ് എല്ലാം വരുന്നത്. അപ്പോൾ അങ്ങനത്തെ വീടുണ്ടാക്കി കൊടുത്തൊരു സ്ഥലം വേറെ ഇല്ല സാർ ലോകത്ത്. ഇത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചെറുതായി കാണരുത് കേരളത്തെ. കേരളം നമ്പർ 1 എന്ന് പറയുമ്പോൾ ചിലർക്ക് പുച്ഛം വരും, ചിലർക്ക് പുരികം കയറും, നെറ്റി ചുളിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വാസ്തവങ്ങളാണ്. രണ്ടാമത്തെ കാര്യം, ശരത്ത് ചോദിച്ചത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ചു എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ സൂക്ഷ്മതലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും, അത് പഞ്ചായത്ത് ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആവട്ടെ, കോർപ്പറേഷൻ ആവട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് ആവട്ടെ, ജില്ലാ പഞ്ചായത്ത് ആവട്ടെ, ഓരോ കൊല്ലവും ഇത്ര കോടി ഉറുപ്പിക അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ എന്ന് പറഞ്ഞ് അനുവദിക്കുന്നതല്ല. സ്കീം വൈസാണ് അതിൽ നമ്മൾ തുക അനുവദിക്കുന്നത്. ആ തുക അനുവദിക്കുന്നത് ചിലത് സംസ്ഥാനത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള സ്വന്തം സ്കീമായിരിക്കും, ചിലത് യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി ഷെയർ ചെയ്തിട്ടുള്ള സ്കീമായിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ സ്കീം വൈസ് വരുന്ന ഒരു സ്കീമിനാണ് അനുവദിക്കുന്നത്, പ്രോജക്റ്റ് ആൻഡ് സ്കീം. അതാ ലോക്കൽ ബോഡിക്ക് കൊടുക്കുന്നത്, അല്ലാതെ വെറുതെ പൈസ കൊടുക്കില്ല ലോക്കൽ ബോഡിക്ക്. ഈച്ച് ആൻഡ് എവരി സ്കീംസ് ആൻഡ് പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിലും സ്കീമിനും ഇഷ്ടമുള്ള പോലെ വെട്ടിക്കുറയ്ക്കാനും കൂട്ടിക്കൊടുക്കാനൊന്നും സാധ്യമല്ല. അതൊരു സിസ്റ്റമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് സാർ. അങ്ങനത്തെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന് ഇത് അറിയാഞ്ഞിട്ടാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല, ദീർഘകാലമായിട്ട് പാർലമെൻ്ററി രംഗത്തുള്ള ആളല്ലേ, അറിയാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല. ഇത് കേൾക്കുമ്പോൾ ഇത് സൂക്ഷ്മതലത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത കുറച്ച് ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കുമെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിച്ച് പോയിക്കോട്ടെ എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. ഇവിടെ ഈ ചില സമയത്ത് സംഭവിക്കുന്ന ഒരു കുറവും സംഭവിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇതിനു വേണ്ടിയിട്ട് സ്കീമിനും പ്രോജക്റ്റിനും ഫണ്ട് ഗഡുക്കളായിട്ട് അനുവദിക്കുമ്പോൾ ചില സാമ്പത്തിക ഞെരുക്കത്തിൻ്റെയൊക്കെ അനുഭവത്തിൽ ചില ഗഡുക്കൾ അനുവദിക്കുന്നതിന് ചില കാലതാമസങ്ങളൊക്കെ വരാറുണ്ട്. അല്ലാതെ ഫണ്ട് വെട്ടിക്കുറയ്ക്കാനൊന്നും സാധ്യമല്ല സാർ. ഒരു സിസ്റ്റത്തിലല്ലേ ഇത് വർക്ക് ചെയ്യുന്നത്. മുമ്പ് മന്ത്രിയും സിസ്റ്റത്തിൽ അത് വർക്ക് ചെയ്യുന്നത്. ആ സിസ്റ്റത്തിൽ ആർക്കും ഒന്നും അതിനെ മറികടക്കാൻ സാധ്യമല്ല.
വളരെ വലിയ തുകകളാണ്, കോടികളാണ് ആ വിധത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കായി മാറ്റിവെക്കുന്നത്. അതങ്ങനെ ചെയ്യാനേ കഴിയില്ല. മുമ്പ് പറഞ്ഞാൽ കാലതാമസം ഉണ്ടായിട്ട് അത് മന്ത്രി അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടത് അഡ്മിറ്റ് ചെയ്തും അല്ലാതെ വെട്ടിക്കുറച്ചിട്ടില്ല. അത് ഇതാ കാരണം, ആ കാലതാമസം ഉണ്ടാവുന്നതിൻ്റെ കാരണം അതാ. ഓക്കെ, ഞാൻ അതുപോലെ തന്നെ മുമ്പ് ഞാൻ സംസാരിച്ചൊരു കാര്യത്തെക്കുറിച്ച് ശ്രീ എൻ കൃഷ്ണദാസ് സൂചിപ്പിച്ചത് ദേശീയ ശരാശരിയേക്കാളും മുകളിൽ എന്നുള്ളതായിരുന്നു ഞാൻ പറയാൻ വന്ന, അല്ലെങ്കിൽ അത്തരമൊരു കാര്യം. അത് ഇരട്ടിയോളമാണ് എന്ന നിലയിൽ തന്നെ താങ്കൾ പറഞ്ഞതും എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട പ്രീ ബജറ്റ് ഡിസ്കഷനിൽ ധനകാര്യമന്ത്രി തന്നെ ഈ കമ്പാരിസണൊക്കെ നടത്തിയിരുന്നു. സന്ദർഭീയമായി താങ്കളത് പറഞ്ഞതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചുവെന്നും മാത്രം. ഇവിടെ ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ ധനകാര്യമന്ത്രി പറഞ്ഞ കേരളത്തിൻ്റെ ധനസ്ഥിതി, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒന്നാം പിണറായി സർക്കാരിനോട് മോദി സർക്കാർ ധനപരമായി കാട്ടിയ സമീപനമേ ആയിരുന്നില്ല ഒരു തുടർ ഭരണത്തിലേക്ക് പോയപ്പോൾ. നിശ്ചിതമായി സാമ്പത്തികമായി എല്ലാ തരത്തിലും നിയന്ത്രിക്കുക, ഒരു സാമ്പത്തിക ഉപരോധത്തിൻ്റെ സ്വഭാവത്തോടുകൂടി തന്നെ പെരുമാറുന്നു. അതിനെ കണ്ടുകൊണ്ടും ബദലുകൾ ആവിഷ്കരിച്ചും അതിനെ അതിജീവിച്ചും ശക്തമായി മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ഒരു സർക്കാർ സ്വീകരിച്ചത്. യാതൊരു സംശയം അക്കാര്യത്തിലില്ല. പക്ഷേ അതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യ മേഖലയിൽ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു പോവുകയോ, അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ ചില കുടിശ്ശികകളൊക്കെ വന്നു, അത് അടക്കം നിയമസഭയിലടക്കം ഉറപ്പ് കൊടുത്തതായി ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നു. അതും 3 ഗഡുക്കളാണ് ഇനി ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഉള്ളത്. സർക്കാർ ജീവനക്കാരുടെ DA പ്രശ്നത്തെ ബജറ്റ് അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഈ കാലയളവിലും ഈ പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും ചെലവ് നിയന്ത്രിച്ച് ഈ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ റദ്ദു ചെയ്യാനോ തൽക്കാലം മരവിപ്പിക്കാനോ അല്ല സർക്കാർ മുന്നോട്ട് പോയത്. എന്നാൽ സമാനമായി തന്നെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഗ്യാപ്പ് കേരളത്തിനകത്ത് വരുമാനം വർദ്ധിപ്പിക്കുന്ന ശ്രമം കാര്യമായി നടത്തി, അത് നല്ല പുരോഗതി കാണുകയും ചെയ്തു. പക്ഷേ അപ്പോഴാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്, ജനങ്ങൾക്കിത് വല്ലതും ഫീൽ ചെയ്യുന്നുണ്ടോ, എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് പ്രതിപക്ഷം ചോദിക്കുകയും ചെയ്യുന്നു. ഈ 2 സാഹചര്യത്തിനുമിടയിൽ താങ്കളെപ്പോലൊരു സാമ്പത്തികകാര്യ മാധ്യമ പ്രവർത്തകൻ ഈ ബജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ കേരളത്തെ എങ്ങനെയാവും പറഞ്ഞു വെക്കുക? ശരത്തെ, ഞാൻ ഈ ബഡ്ജറ്റിനെ ഒരു സൂക്ഷ്മതലത്തിൽ അതിൻ്റെ ഒരു മൈക്രോ ലെവലിലേക്ക് പോയി പരിശോധിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത് ധനകാര്യ മാനേജ്മെൻറ്റിൽ വന്നിട്ടുള്ള ഒരു കൃത്യമായൊരു അച്ചടക്കപരമായിട്ടുള്ളൊരു സമീപനമാണ്. ഇവിടെ നമ്മളിതിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കേണ്ടതുണ്ട്. ആ പശ്ചാത്തലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം ഒരു ശ്രീലങ്കയായി മാറുന്നു എന്നുള്ളൊരു വലിയൊരു ആക്ഷേപം ഉയർന്നു വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഒരു സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് ഒരു സ്ലോ ഡൗൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന പോലുള്ളൊരവസ്ഥയിലേക്ക് ഒരു കാലഘട്ടത്തിൽ കേരളം പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആത്മവിശ്വാസത്തോടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ആദ്യം തന്നെ ഒരു ധനകാര്യമന്ത്രി പറയുമ്പോൾ അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞ ഈ മാക്രോ തലത്തിലുള്ള ഒരു മാനേജ്മെൻറ്റിൽ ഒരു വലിയ ഒരു നേട്ടം, ഒരു അസാമാന്യമായൊരു നേട്ടം കൈവരിക്കാൻ സംസ്ഥാനത്തെ ഈ സാമ്പത്തിക നിലയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ളൊരു ഉദാഹരണം നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നികുതിയേതര വരുമാനങ്ങളിലുണ്ടായിട്ടുള്ള വർധനവ് തന്നെയാണ്. അപ്പോൾ ഈ തനത് നികുതി വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള വർധന, ആ തനത് നികുതി വരുമാനത്തിൻ്റെ വർധന കൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എഫർട്ട് കൊണ്ടാണ് ഈ ഒരു ക്രൈസിസിനെ വലിയൊരളവോളം മാനേജ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ 17% മുകളിൽ തനത് വരുമാനം ഉയർത്താൻ കഴിഞ്ഞുവെങ്കിൽ ദേശീയ ശരാശരി അക്കാര്യത്തിൽ 12% താഴെ എന്തോ ആണ്. അപ്പോൾ അതിനേക്കാൾ വലിയ തോതിൽ ഈ തനത് വരുമാനത്തിൻ്റെ കാര്യത്തിൽ കേരളം കൈവരിച്ച നേട്ടത്തെക്കുറിച്ച് സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പോലും പരാമർശമുണ്ട്. അതുപോലെ ഈ നേരത്തെ ഇവിടെ പറഞ്ഞ വിമർശനം പഞ്ചായത്തുകൾക്ക് വെട്ടിക്കുറച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പ്രാദേശിക ഗവൺമെൻറ്റുകൾ വഴി സുസ്ഥിര വികസനത്തിന് പ്രായോഗികമായ മാതൃകകൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ള മികച്ച പ്രകടനം കേരളം കാഴ്ചവെച്ചു എന്ന് എടുത്ത് ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുകയാണ്. ആ സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത് നമുക്കറിയാം കേന്ദ്രത്തിലെ BJP സർക്കാർ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ എല്ലാ കാറ്റഗറിയിലും 1ാം സ്ഥാനത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ 9 മാർക്ക് മുഴുവൻ മാർക്കും വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് ഒരാൾ പരീക്ഷ എഴുതിയാൽ അയാൾ നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് ഇടാതിരിക്കാൻ കഴിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ആ മാർക്ക് ഇടേണ്ടി വരുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക മാനേജ്മെൻറ്റ് ഏറ്റവും പ്രകടമായിട്ടുള്ള വിജയത്തിൻ്റെ ഒരു തെളിവെന്ന് പറയുന്നത് നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3.16% കൊണ്ടുവരാൻ കഴിയും. കേന്ദ്രത്തിൽ ഇപ്പോഴും
4% ആണ് ഇത് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം ഫിസ്ക്കൽ നമ്മുടെ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം FRBM ആക്ട് പ്രകാരം നമ്മൾ ധനക്കമ്മി 3% താഴെയാക്കി നിർത്തണം. അത് അങ്ങനെ നിർത്തിയിട്ടുള്ള സംസ്ഥാനങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ 3.16 എന്ന് പറയുന്നത് ആ 3% എന്നുള്ള പരിധിക്ക് അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അതൊരു ഒരു കാര്യമായിട്ടുള്ള നേട്ടം. അതുപോലെ തന്നെ ശരത്ത് നേരത്തെ പറഞ്ഞ ഒരു സംശയം ചോദിക്കട്ടെ, ഈ FRBM ആക്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു. കോൺഗ്രസ് ഭരണകാലത്ത് തന്നെ ധനപരമായ അച്ചടക്കം പാലിക്കണം എന്ന നിലയിൽ സംസ്ഥാനങ്ങളിൽ നിഷ്കർഷിച്ചുകൊണ്ട് കേന്ദ്രം കൊണ്ടുവന്നതല്ലേ കോൺഗ്രസ് ഭരണകാലത്തല്ലേ? അങ്ങനെ എൻ്റെ ഒരു സംശയമാണ്. അതെ 2009 പി ചിദംബരം ധനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഈ FRBM ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കേന്ദ്രത്തിനും ബാധകമാണ്. അതായത് 3% ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന ലക്ഷ്യം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് കേന്ദ്ര സർക്കാരിന് ഒരിക്കലും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ പാലിക്കാൻ കഴിയാതിരുന്നതിൻ്റെ ന്യൂനതകളോ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളോ ഒന്നും നമ്മൾ എടുത്തു കാണിക്കുന്നൊന്നുമില്ല. പക്ഷേ കേരളത്തിന് ആ 3.16 എന്ന് പറയുന്ന ആ പരിധിയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ കണ്ടത് എന്താണ്, വളരെ ഒരു കൃതഹസ്തതയോടുകൂടി എന്ന് പറയാവുന്ന രീതിയിൽ കൃത്യമായ രീതിയിലുള്ളൊരു ധനകാര്യ മാനേജ്മെൻറ്റ് കൊണ്ടാണ് ഈ ശ്രീലങ്ക ആയി പോകുമെന്ന് പറയുന്ന കാര്യത്തെ ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് അത് വലിയ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നു. നമ്മൾ ആ ഒരു സ്ട്രെസ്സിൻ്റെ ഒരു ഞെരുക്കത്തിൻ്റെ ഒരു ഏറ്റവും തീക്ഷ്ണമായ ഘട്ടം നമ്മൾ കടന്നിരിക്കുന്നു. ഇനി അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ വരികയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ധനകാര്യ മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തിയും തനത് നികുതി വരുമാനം ഉയർത്തിയും മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ചെലവുകൾ കൃത്യമായി തന്നെ ചുരുക്കിക്കൊണ്ടും എല്ലാം ഈ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ശരത്ത് ഇവിടെ ഓരോ മേഖലയുടെയും ഓരോ കാര്യങ്ങളുടെയൊക്കെ സൂക്ഷ്മതലത്തിൽ പറഞ്ഞുവെങ്കിലും ഞാൻ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട അനാലിസിസിൽ ഒരു എക്കണോമിക് അനാലിസിസ്, ഫിനാൻസ് അനാലിസിസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടി ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ എല്ലാവരും ക്ഷേമ പെൻഷനിൽ ഒരു വർധനവ് പ്രഖ്യാപനം ഈ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്ന വാർത്തകളും നിരീക്ഷണങ്ങളും ഒക്കെ വന്ന ഘട്ടത്തിൽ അത് ഉണ്ടാകാതിരുന്നത് ഇന്നത്തെ ചർച്ചയിൽ ഞങ്ങൾ ധനമന്ത്രിയോട് തന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം വസ്തുനിഷ്ഠമായൊരു കാര്യം പറഞ്ഞു. ആ പെൻഷൻ്റെ കാര്യത്തിൽ ഒരു 3000 കോടിയുടെ കുടിശ്ശിക ഇപ്പോഴും നിൽക്കുന്നു. സംഗതി 3 ഗഡുവായിരിക്കും. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ശമ്പളം കഴിഞ്ഞാൽ ഏറ്റവും അധികം പണം ഇപ്പോൾ കണ്ടെത്തി കൊടുക്കേണ്ടി വരുന്നത് ഈ സാമൂഹ്യക്ഷേമ പെൻഷന് വേണ്ടിയാണ്. 62 ലക്ഷം പേർക്കാണ്. അപ്പോൾ ആ കുടിശ്ശിക കൂടി കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഫോക്കസ് ഉണ്ട്. അത് കൊടുക്കാം. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു പലതും ഇത്തവണ കൂടുതലായി തുകകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാം എന്നിപ്പോൾ പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ധനസ്ഥിതി മെച്ചപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ്. ചെയ്യാമെന്ന ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ആ ധനകാര്യ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് താങ്കൾ സൂചിപ്പിച്ചത്. ഞാൻ നിജേഷിലേക്ക് വരികയാണ്. നിജേഷ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വന്നിട്ടുള്ള മാറ്റം, അത് താങ്കൾ ഈ ചർച്ചയിൽ അക്സെപ്റ്റ് ചെയ്യുകയോ അംഗീകരിക്കുകയൊന്നും വേണ്ട, പക്ഷേ അതൊരു റിയാലിറ്റിയാണ്. ധനകാര്യമന്ത്രി പറഞ്ഞു കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റമാണ് കേരളത്തിൽ 8-9 വർഷക്കാലം കൊണ്ട് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നമ്മുടെ സ്തംഭിച്ചു കിടന്ന പദ്ധതികളൊക്കെ പുനരെടുത്ത് മുൻകാല സർക്കാരുകൾ ആഗ്രഹിച്ചിരുന്നതൊക്കെ നടപ്പാക്കി മുന്നോട്ട് പോകുന്നൊരു കാര്യം. ഈ വർഷം അവസാനത്തോടെ ദേശീയപാത വികസനം പൂർത്തീകരിക്കാൻ പോവാണ്. ഇന്ന് ധനകാര്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ വർഷം അവസാനം എന്ന് പറഞ്ഞാലും അത് അടുത്ത വർഷത്തേക്ക് നീങ്ങും. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ അടുത്ത വർഷത്തെ ബജറ്റിന് LDF UDF MLA-മാർ കാസർഗോഡ് നിന്ന് ഈ ദേശീയപാതയിലൂടെ സഞ്ചരിച്ച് നിയമസഭയിലേക്ക് എത്തുന്നത് സംഭവിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്നതിലൊരു മാറ്റമുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ പ്രത്യാശയുണ്ട്. നമ്മുടെ നാടിനെക്കുറിച്ചുള്ളൊരു റിയാലിറ്റി ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അത് വളരെ ചെറിയ കാര്യമൊന്നുമല്ല. അവിടെയാണ് യഥാർത്ഥത്തിൽ കേരളം ശ്രീലങ്കയായി പോകാൻ പോകുന്നു എന്ന് നിരന്തരം ചർച്ചകളിൽ മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന UDF-നെ സ്വാഭാവികമായും ആരും ഓർത്തു പോവുക. നിജേഷ്, കേരളത്തിൻ്റെ റിയാലിറ്റി കേരളത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരും മനസ്സിലാകും. കേരളത്തിൻ്റെ വികസനം ഏത് മേഖലയിലാണ് എങ്കിലും എവിടെ എത്തി എന്നുള്ളത് കേരളത്തിലെ ഓരോ ആളുകൾക്കും ഫീൽ ചെയ്യുമല്ലോ. ആ ഫീലിങ്സിൻ്റെ അകത്തു നിന്നുകൊണ്ട് കണക്കുകൾക്കപ്പുറത്ത് നമുക്ക് സഞ്ചരിക്കാൻ സാധിച്ചാൽ വളരെ എളുപ്പം സാധിക്കും. ഇപ്പോൾ ഞാൻ പറയാം, കഴിഞ്ഞ 2019 പ്രളയകാലത്ത് നിലമ്പൂരിലെ കവളപ്പാറയിൽ 2 പാലം തകർന്നു പോയിരുന്നു. 2 പാലം.
ഈ ദിവസം വരെ ആ പാലം നിർമ്മിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞതിന് ഉദാഹരണമാണ് 8 ആദിവാസി ഊരുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്നു. എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല? നിങ്ങൾ ഈ പറഞ്ഞ പശ്ചാത്തല വികസന മേഖലയാണെങ്കിൽ അടിസ്ഥാന വർഗത്തിനല്ലേ അത് ഏറ്റവും കൂടുതൽ എത്തേണ്ടത്, അത് എത്തിയിട്ടില്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് അവഗണിക്കപ്പെടുന്ന മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. ശ്രീ അനന്ത് കൃഷ്ണദാസ് നേരത്തെ 5,76,000 വീടുകൾ ലൈഫിലൂടെ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈറ്റ് നോക്കുകയായിരുന്നു. ഇപ്പോൾ 2024 അപ്ഡേറ്റ് ഓവർ 3.7 ഹൗസസ് ഹാവ് ബീൻ ബിൽറ്റ് അണ്ടർ ദ ലൈഫ് മിഷൻ ഹൗസ് പ്ലാൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ അടിയിലേക്ക് എഴുതിയിരിക്കുന്നതാണ് ഇന്ന് മന്ത്രി പറഞ്ഞത്. നിജേഷ്, അതിന്റെ കൂടെ നിർമ്മാണത്തിൽ ഇരിക്കുന്നത് കൂടി ചേർത്താണ് ഈ പറഞ്ഞ 5,39,042 1,160 കോടി കൂടി വരുമ്പോൾ അത് 6.5 ലക്ഷമാവും. അങ്ങനെയാണ് സ്പ്ലിറ്റ് വന്നിട്ടുള്ളത്. അല്ല, ലൈഫ് മിഷന്റെ ഔദ്യോഗിക കണക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. പൂർത്തീകരിച്ചതിനെ കുറിച്ചാണ്. അല്ല ഇപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഫെബ്രുവരി 2024 കണക്കാണ് ഞാൻ പറഞ്ഞത്. അതെ, ഇപ്പോൾ 2025 ഫെബ്രുവരി ആയില്ലേ, ഒരു വർഷമായി. ആ അപ്ഡേറ്റ് അവർ ലാസ്റ്റ് അപ്ഡേഷൻ വന്നതാണ് അത് പറഞ്ഞത്. അല്ല, അത് ഞാൻ പൂർത്തീകരിച്ചെന്നല്ല പറയുന്നത്. ആ സൈറ്റിനെ റിലയബിൾ ആയി എടുത്ത് അഭിപ്രായം പറയുന്നതും ആണോ ശരി? അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ വെച്ച് ധനകാര്യമന്ത്രി ബജറ്റ് രേഖയാക്കി നിയമസഭയിൽ പറഞ്ഞതാണോ ആധാരമാക്കേണ്ടത്? അതേ തുടർന്ന് കൺസേൺ വകുപ്പ് മന്ത്രി പറഞ്ഞതാണോ ആധാരമാക്കേണ്ടത്? ഒരു ന്യായമായ പ്രശ്നമല്ലേ അത്? അല്ല, എന്റെ ന്യായമായ പ്രശ്നം അവിടെയും തീരുന്നില്ല. ഈ 5,70,000 വീടുകൾ എവിടെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കെങ്കിലും ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞങ്ങളൊക്കെ പഞ്ചായത്ത് തലത്തിൽ നേരത്തെ മെമ്പറായിരുന്നു, ആ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ 5,70,000 ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓരോ ജില്ലയ്ക്കും ഒരു 50,000 വെച്ച് എങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊക്കെ ഉണ്ടാവണമല്ലോ. അപ്പോൾ എവിടെ ഉണ്ടായി എന്നുള്ള ഒരു അന്വേഷണം നടത്തണം. രണ്ടാമത് നേരത്തെ പറഞ്ഞ പദ്ധതികളിൽ വെട്ടിക്കുറയ്ക്കലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഇടതുപക്ഷ പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ചോദിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഓരോ പദ്ധതിയും DPC അംഗീകരിച്ചതിന് ശേഷം പഴയ വർഷത്തേക്ക് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഇപ്പോൾ STPയിൽ മാറ്റം വരുത്തി കുറച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. വനിതാ വികസന പദ്ധതിയിൽ പരിശോധിക്കുക. ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ ഒരു റിയാലിറ്റിക്കകത്ത് ചോദിക്കട്ടെ. ഈ ബജറ്റ് ദിവസം തന്നെ ചോദിക്കേണ്ടതാണ്. കേരളം അങ്ങനെ സാമ്പത്തികാവസ്ഥയിൽ നമ്മളിടയ്ക്ക് കണ്ട ആ ശ്രീലങ്കയായി മാറിക്കൊണ്ടിരിക്കുകയാണോ കേരളം? UDFന് ഇന്നത്തെ സ്റ്റാൻഡ് എന്താണ്? UDFന്റെ സ്റ്റാൻഡ് ഇന്ന് കേരളം ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ, അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കാര്യവും കേരളത്തിലെ ബഡ്ജറ്റിൽ നിന്നുണ്ടായിട്ടില്ല. പഴയ ശ്രീലങ്കാവാദം ഇപ്പോഴില്ല അല്ലേ? അല്ല, ഞാനൊരു ഘട്ടത്തിലും ശ്രീലങ്കാവാദത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് എല്ലാവർക്കും ബാധകമാണ്. വ്യക്തിപരമായി നമ്മൾ പറഞ്ഞില്ലോ എന്നുള്ളതല്ല. കേരളത്തിലെ അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അല്ല, കേരളത്തിന്റെ വികസനം കഴിഞ്ഞ 8 വർഷം കൊണ്ടുണ്ടായതാണ്. കേരളത്തിന്റെ ദീർഘകാല പദ്ധതികളൊക്കെ 8 വർഷം കൊണ്ടുണ്ടായതാണ് എന്നാരെങ്കിലും ഈ 8 വർഷക്കാലം കൊണ്ട് കേരളം സാമ്പത്തികമായി തകർന്ന് ശ്രീലങ്കയെ പോലെ ആകാൻ പോകുന്നു. ഇന്ത്യ എന്ന രാജ്യമല്ല, കേരളം എന്ന സംസ്ഥാനം ആകാൻ പോകുന്നു എന്നൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് UDF ആണ്. നേരത്തെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആ പോയിന്റിലേക്ക് ശ്രീകൃഷ്ണദാസ് ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മാവേലീശ്വർ പൂട്ടിക്കിടക്കുന്നു, KSRTC-ക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞ പോലെ എവിടെയാണ് ഈ പറയുന്നത്? KSRTC കൊടുത്തതിനെ കുറിച്ചുള്ള കണക്ക് കേൾക്കണോ? പണിമുടക്കായിരുന്നു. UDF അനുകൂല സംഘടനയുടെ രാഷ്ട്രീയമായ സമരത്തിനപ്പുറം KSRTC-യുടെ പെൻഷനോ KSRTC-യുടെ ശമ്പളമോ പോകാത്ത വിധം, നഷ്ടപ്പെടാത്ത വിധം അതിനൊരു സിസ്റ്റം വന്നു കഴിഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പൊ DAPF ലയിപ്പിക്കുമെന്ന് പറയുന്നു, കൊടുത്തിട്ടില്ല. ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ നമ്മൾ ബജറ്റിൽ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കൊടുക്കാനുണ്ട് എന്ന് പറയുന്നു. കൃഷ്ണദാസ്, ഒന്ന് താങ്കളുടെ കൂടി അഭിപ്രായം ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട്. ഒന്ന് ശ്രീലങ്കാവാദം, രണ്ട് അദ്ദേഹം ഇപ്പോൾ ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഈ 5,39,042 ലൈഫിൻ്റെ വീടുകൾ എവിടെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളതെന്ന് CPIM-ൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്ന് വെച്ചാൽ അതെല്ലാം വെറും കള്ളക്കണക്കാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിന് തുല്യമായി അതേക്കുറിച്ച് പറയുന്നു. KSRTC-യെക്കുറിച്ച് അദ്ദേഹം ഈ ചർച്ചയിൽ മുന്നോട്ട് വെക്കുന്ന വാദം, ഇതൊക്കെ യഥാർത്ഥത്തിൽ വസ്തുതകളുമായി എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു? വസ്തുതകളുമായി വിദൂര ബന്ധം പോലും ഇല്ലാത്ത ആർഗ്യുമെന്റ്സ് ആണോ? ഹലോ, ശ്രീകൃഷ്ണദാസ് കേൾക്കാമോ?
കണക്ട് ചെയ്തു. ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അതായത് ഞാൻ ചോദിച്ചത് അദ്ദേഹം ഇപ്പോൾ കേൾക്കാം പ്ലീസ്. അദ്ദേഹം പറഞ്ഞത് കേട്ടിരുന്നോ? അദ്ദേഹം പറഞ്ഞത് ഈ ലൈഫിലെ 5,39,042 വീടുകൾ എവിടെയാണെന്ന് അതൊരു ചെറിയ കണക്ഷൻ വിട്ടുപോയി. അത് എവിടെയാണെന്ന് മിനിമം CPIM പഞ്ചായത്ത് പ്രസിഡന്റുമാരെയെങ്കിലും പറഞ്ഞ് ധരിപ്പിക്കണം. എന്ന് വെച്ചാൽ ഇതൊക്കെ കള്ളക്കണക്കാണ്, ഇത്രയും വീടുകളില്ല എന്നുള്ളൊരു ധാരണ ധ്വനിയാണ് അതിൽ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു കാലത്ത് പറഞ്ഞിരുന്നു ശ്രീലങ്കയാകാൻ പോകുന്നു കേരളം. ഇപ്പോൾ ആ സ്റ്റാൻഡ് ഉണ്ടോ എന്ന് ഞാൻ ഈ ചർച്ചയുടെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. KSRTCയുടെ കാര്യത്തിൽ പെൻഷൻ മുടങ്ങുന്നു, അല്ലെങ്കിൽ KSRTCയിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് UDF സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. താങ്കളുടേതായ കാഴ്ചപ്പാട് അവതരിപ്പിക്കാം. ഞാൻ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ കേട്ടില്ല. ആ സമയത്ത് എൻ്റെ കണക്ഷൻ ഒന്ന് വിട്ടുപോയി. ഒന്നാമത്തെ കാര്യം, ഇതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കാര്യമായി. ഈ കേരളം ശ്രീലങ്കയാവും എന്നുള്ളതൊക്കെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവാണ്. അപ്പോൾ ഇപ്പോൾ ആ പൊളിറ്റിക്കൽ നറേറ്റീവ് കേരളം ശ്രീലങ്കയാവാൻ പോകുന്നു എന്ന പൊളിറ്റിക്കൽ നറേറ്റീവ് കുറച്ച് മാസങ്ങളായി കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ കേൾക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അങ്ങനെ ആരും പറയുന്നില്ല. അത് പറയാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കേരളം ശ്രീലങ്കയാവുമെന്ന് പറഞ്ഞിരുന്നവർ ഞെട്ടിച്ചുകൊണ്ട് ശ്രീലങ്ക കേരളമായി പോയി. അപ്പോൾ ശ്രീലങ്ക കേരളമായി മാറി എന്നുള്ളതുകൊണ്ട് ആ നറേറ്റീവ് അവർ നിർത്തി. അത് പോട്ടെ, അത് ഞാൻ പൊളിറ്റിക്കൽ നറേറ്റീവ്സിനൊന്നും നമ്മൾ അങ്ങനെ പൊളിറ്റിക്കലായിട്ടുള്ള ഡിബേറ്റിൽ അഭിപ്രായം പറയാമെന്നല്ലാതെ ഈ കാര്യത്തിൽ ഇത് കൂട്ടിക്കലർത്തേണ്ട എന്നുള്ള ഒരു വിചാരമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. പിന്നെ ഈ 5,39,042 വീടുകൾ എവിടെ ഉണ്ടാക്കി 9 കൊല്ലം കൊണ്ട് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, ഇദ്ദേഹത്തിന് ഞാൻ അവരെ ഈ ചോദ്യം ഉന്നയിക്കുന്നവരെ നമുക്ക് അതിനു വേണ്ടി തന്നെ ഒരു ഡിബേറ്റ് നടത്താം. ഇതൊക്കെ നുണ പറയാൻ പറ്റുമോ സാർ? ഇതിനൊക്കെ കറക്റ്റ് കണക്കില്ലേ? ഇതിനൊക്കെ ഓഡിറ്റില്ലേ സാർ? എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു ഓഡിറ്റില്ലാതെ ഒരു സർക്കാരിന് ഇത്ര വീടുണ്ടാക്കി എന്നുള്ളതൊക്കെ നുണ പറയാൻ പറ്റുമോ? അതിന് എക്സ്പെൻഡിച്ചർ ഇല്ലേ? ആ എക്സ്പെൻഡിച്ചറിന് ഓഡിറ്റ് ഇല്ലേ? ഇതൊക്കെ ഒരു സിസ്റ്റമല്ലേ സാർ വർക്ക് ചെയ്യുന്നത്? രാഷ്ട്രീയത്തിൽ നുണ പറയുന്നത് പോലെ ഈ സിസ്റ്റത്തിൽ നിന്ന് നുണ പറയാൻ നമുക്ക് പറ്റുമോ? അപ്പോൾ അത് അവരുടെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും വീടുകൾ ഉണ്ടാക്കി എന്ന് കേൾക്കുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഉണ്ടാകുന്ന അവരുടെ ഒരു രാഷ്ട്രീയ അസഹിഷ്ണുത കൊണ്ടാണ് ഇതെവിടെയാണ് ഉണ്ടാക്കിയതെന്നുള്ളതൊക്കെ ചോദിക്കുന്നത്. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിലാണ് ഇത്രയും വീടുകൾ ഉണ്ടാക്കിയത്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ അത്രയും വീടുകൾ ഉണ്ടാക്കിയതിൻ്റെ കൂട്ടിയ കണക്കാണ് ഈ പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്ത് ലോക്കൽ ബോഡീസാണ്. ലോക്കൽ ബോഡീസിൻ്റെ നേതൃത്വത്തിലാണ് ഈ വീടുകൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് വേണമെങ്കിൽ ഒരു ഓഡിറ്റ് വെക്കാം. ഒരു സോഷ്യൽ ഓഡിറ്റ് കേരളത്തിലെ 9 വർഷം കൊണ്ട് എത്ര വീടുകൾ ഗവൺമെൻറ്റിൻ്റെ ലൈഫ് മിഷനിലൂടെ ഉണ്ടാക്കി, ഈ പറയുന്ന കണക്കുകൾ തെറ്റാണോ? ഒരു സോഷ്യൽ ഓഡിറ്റിന് ഏത് സമയത്തും ഗവൺമെൻറ്റും ഞങ്ങളുടെ പാർട്ടി സന്നദ്ധമാണ്, ഗവൺമെൻറ്റും സന്നദ്ധ. ഞാൻ അത്രേ പറഞ്ഞു നിർത്തുന്നുള്ളൂ. ഏത് സമയത്തും അങ്ങനത്തെ ഒരു ഓഡിറ്റിന് വി ആർ റെഡി. നമുക്ക് അങ്ങനത്തെ ഒരു സോഷ്യൽ ഓഡിറ്റിലേക്ക് പോവാം. പിന്നെ 2-3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് പാവപ്പെട്ട ആളുകൾ എന്നാണ്. എൻ്റെ സഹോദര, നമ്മുടെ കേരളത്തിലെ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഉയർന്നിരിക്കുന്നു. എല്ലാവരുടെയും ലൈഫിൻ്റെ ക്വാളിറ്റി ഉയർന്നു. അങ്ങനെ തന്നെ അവരത് അനുഭവിക്കുന്നത്. ഒന്നാമത്തെ പ്രശ്നം, ഇന്ത്യ രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും രൂക്ഷമായിട്ടുള്ള ജീവിത ബുദ്ധിമുട്ടുകളുടെ അടിസ്ഥാന കാരണം വിലക്കയറ്റമാണ്. വിലക്കയറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് ഫുഡ് ഇൻഫ്ലേഷൻ എന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ആരും പ്രൈസ് റൈസ് എന്ന് പറയുന്നില്ല. സാമ്പത്തിക ടേംസിൽ അതിനൊക്കെ ഇൻഫ്ലേഷൻ എന്നാണ് വിളിക്കുന്നത്. അത് മനുഷ്യനെ ബാധിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ വിലക്കയറ്റമാണ്. ഈ വിലക്കയറ്റം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഏറ്റവും രൂക്ഷമാവുമ്പോൾ നിങ്ങൾ ഏത് ഓഡിറ്റിൽ പ്രകാരം വേണമെങ്കിൽ നോക്കിക്കോ, അഖിലേന്ത്യാ ശരാശരിയുടെ എത്രയോ താഴെയാണ് കേരളത്തിൻ്റെ പ്രൈസ് റൈസ് നിൽക്കുന്നത്, വിലക്കയറ്റം നിൽക്കുന്നത്. ഗവൺമെന്റിന്റെ മാർക്കറ്റിലെ ഇന്റർവെൻഷൻ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇത്രയധികം റേഷൻ കടകളുള്ള ഒരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? നമുക്ക് പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത ഒരു ദിവസത്തെ വേണമെങ്കിൽ ചിന്തിക്കാം. റേഷൻ കടയില്ലാത്ത ഒരു വാർഡുണ്ടോ കേരളത്തിൽ? റേഷൻ കടയില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ കേരളത്തിൽ? ഇതൊക്കെ ഈ ഇന്ത്യ രാജ്യത്ത് ഇത്രയധികം റേഷൻ കടകൾ, അതിൻ്റെ പേരിപ്പോൾ പൊതുവിതരണ കേന്ദ്രം എന്നാണ്, റേഷൻ ഷോപ്പ് എന്നല്ല, പൊതുവിതരണ കേന്ദ്രം എല്ലാ വാർഡിലും ഉണ്ട് സാർ. ഇങ്ങനെ എല്ലാ വാർഡിലും ഇടതടവില്ലാതെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന റേഷൻ സംവിധാനം കേരളമല്ലാതെ വേറെ എവിടെയുണ്ട്? പിന്നെ പൊതു മാർക്കറ്റിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ, മാർക്കറ്റ് ഇന്റർവെൻഷൻ, ഇതൊക്കെ ചെയ്ത് വിലക്കയറ്റം നമ്മൾ തടഞ്ഞു നിർത്തുന്നു. അൺഎംപ്ലോയ്മെന്റിന്റെ ഗ്രോത്ത് റേറ്റ് അഖിലേന്ത്യാ ശരാശരി താഴത്താ കേരളത്തിൽ. പറയുമ്പോൾ 100% ലിറ്ററസി ഉള്ള കേരളത്തിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർക്കാർ കമ്മീഷൻ മുഖാന്തരം പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന നിയമനം നടന്നിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. ഇങ്ങനെ ലൈഫിൻ്റെ ക്വാളിറ്റി കൂടുകയാണ് സാർ.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന നാട് കേരളമാണ്. ശരി. സാധാരണ കൂലിപ്പണിക്ക്, ഗ്രാമീണ മേഖലയിലെ സാധാരണ കൂലിപ്പണിക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന നാട് കേരളമാണ്. എക്സ്പെൻഡിച്ചർ, ഈ പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ, പെർ ക്യാപിറ്റ ഇൻകം മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, ലൈഫിന്റെ ക്വാളിറ്റി നോക്കാൻ. പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ ഡൽഹി, ന്യൂഡൽഹി ഇന്ത്യയുടെ ക്യാപിറ്റൽ ടെറിട്ടറിയെക്കാളും കൂടുതൽ പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ നടക്കുന്ന നാടാണ് കേരളം. അങ്ങനെ ലൈഫിന്റെ ക്വാളിറ്റി വർദ്ധിക്കുന്നു സാർ. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേറൊരു ഫീൽ ഉള്ളിലുള്ളതുകൊണ്ടാ. ശരി, എന്ത് ചെയ്യാൻ പറ്റും അങ്ങനത്തെ മാനസികാവസ്ഥയിലുള്ള. ഓക്കെ ഞാനൊന്ന് വളരെ ക്വിക്കായി ഒരു കാര്യം ശ്രീ ജോർജ് ജോസഫ്, ഞാനൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ ഒരു ഭാവിയെ സംബന്ധിച്ച് ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്ന ഒരു വിഷൻ എന്താണ്? താങ്കളൊരു മാക്രോ ലെവലിൽ ഈ ബഡ്ജറ്റിനെ സമീപിക്കുന്നത് കൊണ്ടാണ് ആ നിലയിൽ അടുത്തത് കേരളം എങ്ങോട്ട് എന്നതിന് ഈ ബഡ്ജറ്റ് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ഒന്ന് ക്വിക്കായി. ശരത്തെ, ഈ മൈക്രോ ലെവലിൽ നമ്മൾ രണ്ട് പാനലിസ്റ്റുകളും പറയുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മനസ്സിലായി മറ്റ് ആസ്പെക്റ്റിലേക്ക് കടന്നത്. ശരത്ത് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇത് ഈ സത്യത്തിൽ ശരത്ത് രണ്ട് കാര്യങ്ങളിലൂടെ പറഞ്ഞു. ഒന്ന് ഹ്രസ്വകാല ക്ഷേമ പദ്ധതികൾ, ഹ്രസ്വകാലത്തെ ദീർഘകാല പദ്ധതികളെക്കുറിച്ച് പറഞ്ഞു. അവിടെയാണ് എനിക്ക് ഏറ്റവും ആകർഷിക്കുന്ന പ്രപ്പോസൽസ് ബഡ്ജറ്റിൽ ഞാൻ കാണുന്നത്. അതെന്താ വെച്ചാൽ, ഒന്ന് വിഴിഞ്ഞത്തെ കേന്ദ്രമാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ഹബ്ബ്, നമ്മുടെ മാനുഫാക്ചറിങ്ങിൻ്റെയും അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള ഒരു ഹബ്ബ് എന്നുള്ള രീതിയിലേക്ക് ആ മേഖലയെ മാറ്റുക. അപ്പോൾ തിരുവനന്തപുരം മെട്രോ എന്ന് പറയുന്നത് വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിക്കും വിധമാണ് ഇപ്പോൾ സർക്കാർ കാണുന്നത്. ഈയൊരു അതെ. അപ്പോൾ അത് വലിയൊരു വികസനത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു നാഴികക്കല്ലാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. വിഴിഞ്ഞം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം പ്രത്യേകിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് വരുന്നതോടുകൂടി കേരളത്തിൻ്റെ സമഗ്രമായൊരു മുഖച്ഛായയിൽ വലിയൊരു മാറ്റം വരും. അപ്പോൾ ആ ദീർഘകാലത്തിലേക്കുള്ള പദ്ധതിയോടൊപ്പം തന്നെ ഈ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നേരത്തെ പറഞ്ഞ പോലെ ദേശീയപാത വികസനം പൂർത്തിയാവുന്നതോടുകൂടി വലിയൊരു കുതിച്ചുചാട്ടം ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ പ്രൈവറ്റ് സെക്ടറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയൊക്കെ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം ആക്സസ് നമുക്ക് വലുതായി കൂടിയാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് ഇറങ്ങുന്ന ഒരു ടൂറിസ്റ്റിന് കാസർഗോഡ് ചെന്ന് ഒരു കാര്യം സന്ദർശിച്ച് ബേക്കൽ കോട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കണ്ടിട്ട് തിരിച്ച് അന്ന് തന്നെ തിരുവനന്തപുരത്ത് വരാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് കേരളയിൽ കൂടി ഉണ്ടെങ്കിൽ, കേരളയിൽ കൂടി വന്നാൽ അതിനൊരു അനുമതി കൂടി കിട്ടിയാൽ കേരളത്തിന്റെ ഒരു അതെ, അത് ഞാൻ അത് പറയാൻ പോവുകയായിരുന്നു. അതെ, മാറും. അതുകൂടാതെ തന്നെ കൊച്ചി കേന്ദ്രമായിട്ട് IT അധിഷ്ഠിത വ്യവസായങ്ങളെ സംബന്ധിച്ചും ഒക്കെ വലിയ കാര്യങ്ങൾ, ഇപ്പോൾ കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴി എന്ന് പറയുന്നൊരു കാര്യം ബഡ്ജറ്റ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഉള്ള ഒരു കാര്യങ്ങൾ, അങ്ങനെ ദീർഘകാലത്തോടുകൂടി ഒരു വിഷണറി ആയിട്ടുള്ള ഒരു ആക്ട്, ഒരു പ്ലാൻ, ഒരു ആക്ടിവിറ്റി കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വലിയ ചലനം ഉണ്ടാക്കുന്ന രീതിയിൽ നടക്കുകയാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ചുരുക്കത്തിൽ പറയുന്നത്. കാരണം വെച്ചാൽ ഒന്ന്, ബഡ്ജറ്റിൻ്റെ മികച്ച ധനകാര്യ മാനേജ്മെൻറ്റിലൂടെ നമുക്ക് ആ സ്ട്രെസ്സിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ദീർഘകാലത്തിലേക്ക് കേരളത്തിന്റെ വികസനത്തിനുള്ള ഒരു ഭാഗത്ത് അതിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിൽ നമ്മൾ തിരിച്ചുപിടിച്ച, നമ്മൾക്ക് സാധ്യമായ അതിൻ്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. പ്രതിസന്ധി മറികടന്നുകൊണ്ട് നമ്മുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്രസ്വകാല ദീർഘകാല വികസന പദ്ധതികൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതേക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് ഒരു സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ ഇതുവരെ ചെയ്തതിൻ്റെ തുടർച്ചയിൽ നിന്നുകൊണ്ട് ഒരു പൂർത്തീകരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത കാണാനാകുന്നു എന്നുള്ളതാണ് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ വളരെ കാര്യമായി കണ്ടൊരു കാര്യം. നിജേഷ്, നമുക്ക് സാധാരണ ബജറ്റിൽ പറയുന്ന ഈ നികുതിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടല്ലോ, ഇതിൽ അമിത നികുതി ഭാരങ്ങളില്ല എന്ന ഒരു സാഹചര്യം, സർക്കാരിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ബജറ്റ്, അതേസമയം പ്രതിപക്ഷത്തിന് നിരാശ പകരുന്നതുമായി ബജറ്റ് മാറി എന്നുണ്ടോ? ഭൂനികുതി 50% കൂട്ടുന്നു. എൻ്റെ കണക്കൊന്ന് പറഞ്ഞ വർഷം കഴിഞ്ഞ ആളുകൾക്ക് വാഹന അത് രസമാണ്. പഞ്ചായത്തിൽ 20 സെന്റിന് 5 രൂപയായിരുന്നു, 7.5 രൂപയായി. ഈ ശതമാനത്തിൽ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. കണക്കിലേക്ക് വന്നാലാണ് അതിൻ്റെ അവസ്ഥ ദയനീയമായി പോകുന്നത്. നിജേഷ്, 5 രൂപ 7.5 രൂപയാകും. കൂട്ടിയത് ശരിയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താണെന്നറിയോ?
കൂട്ടുന്നതിനെതിരല്ല എന്നാണ്. 50% എന്നുള്ളതാണ്. 50%ത്തിന്റെ കണക്കിലേക്ക് പോയാലാണ് അല്ല, അത് ഗ്രാജുവലി കൂട്ടണം. 15 വർഷം ഉപയോഗിച്ച വാഹനങ്ങൾക്ക് നികുതി, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി. അപ്പോൾ നികുതി ഇല്ല എന്ന് അമിത നികുതി ഭാരമില്ല എന്നാണ് പറഞ്ഞത്. നികുതിയുണ്ട്. എന്നാൽ അതെ, നികുതി സാധാരണ നികുതിയുണ്ട് എന്നത് ഒന്ന്. രണ്ട്, അതേപോലെ തന്നെ എന്തില്ല, കണക്കുകൾക്കപ്പുറത്തേക്ക് കുറേ കൊല്ലത്തിൻ്റെ പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ പദ്ധതികളില്ല. ഈ ബജറ്റ് എന്തെങ്കിലും രീതിയിലുള്ള കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ മാറ്റിമറിക്കാനോ അല്ലെ ഏതെങ്കിലും മികവിൻ്റെ കേന്ദ്രമാക്കാനോ ആവശ്യമായ വിദ്യാഭ്യാസ മേഖലയിലോ ആരോഗ്യ മേഖലയിലോ പശ്ചാത്തല മേഖലയിലോ ഏതെങ്കിലും രീതിയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന പദ്ധതികളുമില്ല. കുറച്ച് പദ്ധതികൾ, ഭവന പദ്ധതി, ചീഫ് മിനിസ്റ്റർ സ്കോളർഷിപ്പ്, അതുപോലെ വിഴിഞ്ഞം കൊമേഴ്ഷ്യൽ സെന്റർ ആകാൻ പോകുന്നു, മെട്രോ എന്ന് പറഞ്ഞത് വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിക്കാൻ പോകുന്നു. അല്ല തീർച്ചയായിട്ടും. അതുപോലെ വിഴിഞ്ഞം റോഡ് റെയിൽ ട്രയാങ്കിൾ പ്രോജക്റ്റ്, അല്ല, എല്ലാം വിഴിഞ്ഞത്തിലേക്ക് വരുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം അതിൻ്റെ കാരണക്കാരായ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാൾ എന്ന നിലയ്ക്ക് എനിക്കതിലും സന്തോഷമുണ്ട്. ഏതായാലും കേരളത്തിൽ ഇനി നമുക്ക് ഏതായാലും ഇലക്ഷൻ ഇയറിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ബജറ്റ് പരിശോധിച്ചുകൊണ്ട് എത്രത്തോളം നടന്നു എന്ന് നോക്കി. അല്ല, പറഞ്ഞു തീർത്തോളൂ. കേട്ടില്ല, പറഞ്ഞു തീർത്തോളൂ. ഓക്കെ, കഴിഞ്ഞ വർഷങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതികൾ എത്രത്തോളം നടന്നു എന്നും കഴിഞ്ഞ വർഷത്ത് പ്രഖ്യാപിച്ച പദ്ധതികൾ എത്രത്തോളം ഫീൽ ചെയ്തു എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് പോകും. നമുക്ക് ആ ജനങ്ങൾ അതിനെ എങ്ങനെ എടുക്കും എന്ന് നോക്കി കാണാം. ശരി, അങ്ങനെ ഞാൻ ശ്രീകൃഷ്ണദാസ്, അങ്ങനെ ഒരു വാദം പ്രതിപക്ഷത്തിനുണ്ടെങ്കിൽ പ്രതിപക്ഷം തന്നെയാണത് ഹൈലൈറ്റ് ചെയ്ത് ചൂണ്ടിക്കാട്ടേണ്ടതും. ഓരോന്നും എവിടെ നിൽക്കുന്നു, സ്തംഭിച്ചോ, നിശ്ചലാവസ്ഥയിലാണോ, പറഞ്ഞത് നടന്നിട്ടില്ല എങ്കിൽ അക്കമിട്ട് നിരത്തി ചൂണ്ടിക്കാട്ടേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷം ഇതേ ദിവസം ഏറ്റെടുക്കണമായിരുന്നു. പിന്നെ ചെയ്യാന്ന് പറയുന്നില്ല, സമയം ഇത്ര ചെയ്യാൻ കഴിയുമായിരുന്നു. ശ്രീകൃഷ്ണദാസ് അവസാനമായി അതായത് ഇദ്ദേഹം പറയുന്നത് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നുണ്ടോ, പ്രഖ്യാപിച്ച പദ്ധതികൾ അത് എവിടെ എത്തി നിൽക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഒരു രീതി ഉണ്ട് സാർ. ഏത് ഗവൺമെൻറ് ആണെങ്കിലും 3 മാസം കൂടുമ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് അടിസ്ഥാനത്തിൽ പദ്ധതി വിഹിതം എങ്ങനെ ചെലവഴിക്കുന്നു, എവിടം വരെ എത്തി നിർദ്ദിഷ്ട പദ്ധതികൾ എന്നത് റിവ്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ റിവ്യൂ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. സാമ്പത്തിക ഞെരുക്കം കൊണ്ട് ചില സമയത്ത് ചിലപ്പോൾ ചില പദ്ധതി ഉദ്ദേശിച്ച സമയത്ത് പൂർത്തിയാക്കാൻ പറ്റാതെ നീണ്ടുപോകുന്നുണ്ട്. ഒന്നും ഒഴിവാക്കാൻ സാധിക്കില്ല സാർ ഒരു സംവിധാനത്തിൽ. അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് പോവുകയാണ്. അവസാനം അദ്ദേഹം പറഞ്ഞത് ഒരു ചലഞ്ചാണ്. ആ ചലഞ്ച് നമ്മൾ ഏറ്റെടുക്കുന്നു. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. ജനങ്ങളിലാണ് ഞങ്ങൾക്കുള്ള വിശ്വാസം. ജനങ്ങളിൽ മാത്രമാണ് ഞങ്ങൾക്കുള്ള വിശ്വാസം. അതുകൊണ്ട് ജനങ്ങൾ നിശ്ചയിക്കട്ടെ. ജനങ്ങളുടെ മുമ്പിലേക്ക് പോകുന്നതിന് ഒരു മടിയുമില്ല എന്നുള്ളത് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ജനങ്ങളുണ്ട്. ഏത് സന്ദർഭത്തിൽ ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ ആ സമയത്ത് കലവറയില്ലാത്ത പിന്തുണ നൽകി സന്തോഷപൂർവ്വം പിന്തുണച്ച് ജനങ്ങളാണ് ഞങ്ങളെ പിന്തുണച്ച് അധികാരത്തിലെത്തിച്ചത്. LDFന് എപ്പോഴാണോ ജനപിന്തുണ ആവശ്യം വരുന്നത് അവർ കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. ആ ജനങ്ങളിലുള്ള വിശ്വാസം LDFനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3ാമത്തെ തവണയും തുടർച്ചയായിട്ട് LDFന്റെ ഭരണം ഈ കേരളത്തിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് പ്രതിപക്ഷത്തെ നിരാശരാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം നിരാശപ്പെടുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. കേരളത്തിൽ വീണ്ടും LDFന്റെ തുടർ ഭരണമുണ്ടാവും. കേരളം മുമ്പിലേക്ക് പോകും. ഇന്ത്യ ഗവൺമെൻറ് എങ്ങനെയൊക്കെ കേരളത്തെ ബുദ്ധിമുട്ടിച്ചാലും ശരി, ഒരു തരത്തിലും കുലുങ്ങാതെ വയനാട് ചൂരൽമലയെ ഞങ്ങൾ പുനർനിർമ്മിക്കും. കേരളത്തിൻ്റെ അടിസ്ഥാന പശ്ചാത്തല വികസനം ഉണ്ടാവും. കേരളം മുതൽ കന്യാകുമാരി വരെയുള്ള 6 വരി പാത പൂർത്തിയാക്കും. വിഴിഞ്ഞം തുറമുഖം വരും, അനുബന്ധ പദ്ധതികൾ വരും, മെട്രോ വരും. കേരളം ഇന്ത്യയിൽ നമ്പർ 1 മാറും. ലോക നിലവാരത്തിലേക്ക് കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് കേരള സർക്കാർ മുമ്പിലേക്ക് പോകുന്നത്. അതിനാണ് ജനങ്ങളുടെ പിന്തുണ. ജനങ്ങളുടെ പിന്തുണ മാത്രം മതി LDF ഗവൺമെന്റിന്. ജനങ്ങളുടെ പിന്തുണയാണ് സർക്കാരിന്റെ കരുത്ത്. ആ കരുത്താണ് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്റെ നിത്യജീവിതത്തിൽ നന്മയുടെ പൂമഴ പെയ്യിക്കാൻ ഈ സർക്കാരിന് കരുത്തായി തീരുന്നത്. ജനങ്ങൾ പിന്തുണയ്ക്കും ഈ സർക്കാരിനെ. അതിനുള്ള ബഡ്ജറ്റ് ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ബഡ്ജറ്റാണ്. അതിന് LDF ഗവൺമെന്റിന് വേണ്ടി ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻകൈയെടുത്ത ധനകാര്യമന്ത്രിയെ അഭിവാദ്യം ചെയ്യുന്നു. പിന്തുണ ഈ സർക്കാർ അവിടെ തന്നെയാണ് തുടങ്ങിയത്. ഭരണ പ്രതിപക്ഷങ്ങളുടെ ഇതേക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് നമ്മൾ കണ്ടത്. വളരെ ചുരുക്കം വാക്കുകൾ, 1-2 വാക്യങ്ങളിൽ ശ്രീ ജോർജ് ജോസഫ്, ഭരണ പ്രതിപക്ഷങ്ങളെ സംബന്ധിച്ച് ഈ ബജറ്റ് ആത്മവിശ്വാസമാണോ നിരാശയാണോ?
പോയി, വീണ്ടും പോയി. തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റ് ഒരു ആത്മവിശ്വാസത്തോടുകൂടി, അതായത് ഞാൻ പറഞ്ഞ ഈ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് മറികടക്കാൻ കഴിയുന്നു എന്നുള്ളത് ആത്മവിശ്വാസത്തോടുകൂടി LDFനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ശരത്തെ, അതായത് ഈ ഭൂനികുതിയുടെ കാര്യത്തിൽ 100 കോടി രൂപയുടെ അധിക വരുമാനം ലക്ഷ്യമിടുകയാണ്. അത് വേണമെങ്കിൽ ഗവൺമെൻറ്റിന് 10% അങ്ങനെയാണെങ്കിൽ 5 രൂപയുടെ നികുതി 5 രൂപ 50 പൈസയാവും. അപ്പോൾ 10% ആകുമ്പോൾ ആകെ കിട്ടുന്ന വരുമാനം 10 കോടിയായിരിക്കും. അപ്പോൾ വർദ്ധിപ്പിച്ചു എന്നുള്ളൊരു പേരും വരും, അതേ സമയത്ത് അത് കൊണ്ട് എഫക്റ്റ് ഇല്ലാതെയും പോകും. അപ്പോൾ ഈ തരത്തിൽ അതെ, അപ്പോൾ 50% വർധന എന്ന് പറയുന്നതിനെ ആ രീതിയിൽ കാണാൻ കഴിയണം. കാരണം കാലങ്ങളായി പലതും ചെയ്തിട്ടില്ല. അപ്പോൾ കോടതിയുടെ ഫീസ് തന്നെ 20 വർഷമായിട്ട് പരിഷ്കരിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടതായിരുന്നു. അതിപ്പോഴെങ്കിലും ആ രീതിയിൽ പോകുന്നത് ആത്മവിശ്വാസത്തോടുകൂടി ഗവൺമെന്റ് മുമ്പോട്ട് പോകാൻ കുറേ കഴിയും. നന്ദി ശ്രീ ജോർജ് ജോസഫ്, ശ്രീ NN കൃഷ്ണദാസ്, ശ്രീ നിജേഷ് അരവിന്ദ് ഞങ്ങളോട് സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.